ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഓം ഗുരുബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. മക്കളെ, എനിക്ക് സന്തോഷമുണ്ട്. കാരണം ഈശ്വരൻ സത്യമാണല്ലോ. സത്യത്തിൻ്റെ വഴി, അത് ഏത് വഴിയായാലും നമ്മൾ നല്ല ഹൃദയമുള്ളവർ, ശുദ്ധമായ ഹൃദയമുള്ളവർ, എല്ലാ വഴിയും നല്ലതാണെങ്കിൽ അത് ഉൾക്കൊള്ളുമെന്ന് എനിക്ക് മനസ്സിലായി. എൻ്റെ മക്കൾ എനിക്ക് ഞാനിട്ട് അതായത് എന്താ പറയുക, നമ്മളെന്തോ ഹെഡിങ് തന്നത്, എല്ലാവരും അജ്ഞാനം മാറുക. അജ്ഞാനം മാറിയാൽ മാത്രമേ നമ്മുടെ ഹൃദയം വെടുപ്പാകൂ. രണ്ടെന്നില്ലാത്ത അവസ്ഥ, അത് നമ്മുടെ പുരാണങ്ങൾ മൊത്തം അതാ പറയുന്നത്. അതാണ് നമ്മൾ ജനിച്ച് നമ്മുടെ ഹൈന്ദവർ വളർന്നു വന്ന നമ്മുടെ മാതാവും പിതാവും എല്ലാം പഠിപ്പിച്ചതും അങ്ങനെയാണ്. അതുകൊണ്ട് നമ്മൾ ഒരു രൂപം 1-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നമ്മൾ രൂപം കണ്ടാണ് പഠിക്കുന്നത്. എന്നുവെച്ചാൽ ഒരു വൃക്ഷത്തിൻ്റെ പടം കണ്ടത് ഇന്നതാണെന്ന് പഠിക്കുന്നു. അതുപോലെ നമ്മൾ ഏതെങ്കിലും ഒരു രൂപം, കൃഷ്ണനോ അമ്മ ദേവിയോ അല്ലെങ്കിൽ ഗണപതിയോ ശിവനോ ഏത് രൂപമായാലും ഒരു രൂപം, അത് എല്ലാ രൂപവും ഏകമാണെന്ന് മനസ്സിലാക്കണം ഒന്നുകൂടെ കഴിയുമ്പോൾ. അതിന് മുന്നേ നമ്മൾ എന്തെങ്കിലുമൊക്കെ രൂപം, ഇത് അമ്മ പറഞ്ഞുതരാം, ദൈവം എന്ന് പറയുന്നത് എന്തെങ്ങനെയാണ് അമ്മ എന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞുതരാം, മക്കളേതാ ഇതുപോലെ ഇരിക്കുക ദൈവം. അപ്പോൾ നമ്മൾ ആ ഒരു വിഗ്രഹത്തെ കണ്ട് പ്രാർത്ഥിക്കുന്നു. അത് കഴിയുമ്പോൾ നാനാ വിഗ്രഹങ്ങളും, അതായത് നാനാ ശരീരങ്ങളും രൂപമെടുത്തതെല്ലാം, ഇവിടെ ഭൂമിയിൽ അവതരിച്ചതെല്ലാം ഏകമായ ദൈവത്തിൻ്റെ ഓരോ രൂപങ്ങളും ഓരോ നാമങ്ങളും ആണെന്ന് നമ്മൾ പിന്നെ പഠിക്കും. പോകെ നമ്മൾ എന്താവും, ഏതെങ്കിലും ഒരു എണ്ണത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ധ്യാനിക്കും. അപ്പോൾ നമുക്ക് കൃഷ്ണനാണെങ്കിൽ കൃഷ്ണൻ, യേശു ആണെങ്കിൽ യേശു, ഏതാണെങ്കിലും നമുക്ക് ഒരെണ്ണം മാത്രം മതി. അത് എല്ലാം ഏകമാണല്ലോ. അതുകൊണ്ടാണ് ഏത് തിരഞ്ഞെടുത്താലും ആ ഏകമാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ധ്യാനിച്ച് നമ്മളെ തന്നെ കണ്ടെത്തും. ആ കണ്ടെത്തുന്ന അവസ്ഥ വന്നാൽ പിന്നെ ഈ സത്യമാണ് ഈശ്വരൻ, അതായത് ചൈതന്യമാണ്, സ്നേഹമാണ്, ഇത് ആ പരബ്രഹ്മം രൂപമില്ലാത്തതാണ്, അരൂപിയാണ് എന്ന് നമ്മൾ എന്ന് ഉൾക്കൊള്ളും. അതാണ് സത്യം. ആ ജ്ഞാനം, ആ അറിവ്, അത് കിട്ടുന്നത് വരെ നമുക്ക് ഈ രൂപം ഒന്നും വെച്ചേക്കും. യഥാർത്ഥ ലക്ഷ്യം എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് രൂപം വേണ്ട, കൃഷ്ണൻ്റെ രൂപം വേണ്ട. എന്നാൽ തലമുറകൾ വീണ്ടും വരുന്നവർക്ക് ഇത് വേണം. കാരണം 10ാം ക്ലാസ് ജയിച്ചവർക്ക് അവർക്ക് വേണ്ടെങ്കിലും 1-ാം ക്ലാസ്സിൽ കിടക്കുന്ന കുട്ടികൾ നമുക്ക് പിന്നും പുറകെ വരുന്നുണ്ട്. അവർക്ക് വേണ്ടിയാണ് പിന്നെ നമ്മളെ വീടുകളിൽ വിളക്ക് കത്തിപ്പും നാമങ്ങളും ഇതുപോലെ ഓരോ രൂപങ്ങളും ഓരോ പേരുകളും ഒക്കെ സംഘകൃഷ്ണാന്നോ മുരുകാന്നോ ഒക്കെ വെച്ച് ഏതെങ്കിലും ഒരു രൂപമെങ്കിലും മനസ്സിൽ ഒരു ബിന്ദു, ഒരു കല്ലായാലും മതി, ആർക്കെന്താണ് ഇഷ്ടം അതുപോലെ. കാരണം കർത്താവ് അതാ പറഞ്ഞേക്കുന്നത്, സത്യത്തിലും ആത്മാവിലും. നമുക്ക് സത്യം എന്ന് പറഞ്ഞ് അറിയണം. അത് പിതാവായ ദൈവം ഏകനാണെന്ന് കാട്ടുക സത്യത്തിൻ്റെ വഴിയാണ്, സത്യത്തിലും ആത്മാവിലും എന്ന് കർത്താവ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ യഥാർത്ഥം എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അവിടെ യേശുവിൻ്റെ രൂപം നമുക്ക് വേണ്ട. കാരണം പിതാവും പുത്രനും ഒന്നാണെന്ന് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ്, പിതാവേ നമ്മെപ്പോലെ മറ്റുള്ള ശിഷ്യന്മാരും അങ്ങനെ ഒന്നാകേണ്ടുന്നതിനാണ് അവരെ ഉപദേശം കൊടുക്കുന്നത്, കൽപ്പനകളെല്ലാം അവരെ പഠിപ്പിച്ച് ഒന്നാകാൻ. പിതാവും പുത്രനും ഒന്നായതുപോലെ നമ്മളും മറ്റു നമ്മളെപ്പോലെ ശിഷ്യന്മാർ ഈ ലോകത്തുണ്ട്. അവരും പിതാവിൽ വിലയം പ്രാപിപ്പാൻ, ബ്രഹ്മത്തിൽ ലയിപ്പാൻ. അതാണ് ഇവിടെ കർത്താവ് തന്ന ഉപദേശങ്ങൾ. അത് ഞാനിങ്ങനെ പറഞ്ഞപ്പോൾ നിങ്ങൾക്കൊക്കെ കുറച്ച് മക്കളെല്ലാം അതിനകത്ത് കമൻസും വച്ചു, സന്തോഷമായി. എനിക്കും അവർക്ക് വേണ്ടി ഇനിയും ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ട്, കാരണം എന്നെപ്പോലെ ആകാൻ ആഗ്രഹം, എന്നെപ്പോലെ വെച്ചാൽ എന്താണ്, കർത്താവ് ഏകമായ ഈ പരമാത്മാവിനെ ഒന്നായി തീർന്നതുപോലെ ഞാനും, അതായത് ഈ ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഞാനും അതായത് എന്നിലിരിക്കുന്ന ആ പിതാവും ഈ രത്നാഭായി എന്ന് പറയുന്ന വ്യക്തിയും ഒന്നായി തീർന്ന്, അതുപോലെ എൻ്റെ ഭക്തമക്കൾ ഒന്നായി തീരാനാണ് ഞാനും ഇത് തന്നെ ഈ നല്ല നല്ല ഉപദേശങ്ങൾ. ഇത് എന്തിനാ ഈ പല ഉപദേശങ്ങളും പല ഗ്രന്ഥത്തെക്കുറിച്ച് തന്നെ നമ്മുടെ അജ്ഞാനം മാറാൻ. ഏകമാണ് ഈശ്വരൻ. ഇവിടെ വന്നിട്ടുള്ള ഉപദേശം തന്നിട്ടുള്ള നല്ല സത്യത്തിൻ്റെ വഴി ആര് തന്നാലും അതെല്ലാം കൈക്കൊള്ളുന്നതാണ് നല്ല
ജ്ഞാനികൾ, അത് അജ്ഞാനം നീങ്ങിയവർ. അജ്ഞാനം നീങ്ങണമെങ്കിൽ ഈ അറിവ് നമുക്ക് കിട്ടണം. ഈ അറിവ് വരുത്താൻ വേണ്ടി മാത്രമാണ്, അല്ലാതെ എനിക്ക് ഇവിടെ മതം മാറാനോ പരമാത്മാവായ കൃഷ്ണൻ്റെ രൂപം മാറ്റി അവിടെ യേശുവിനെ പ്രതിഷ്ഠിക്കാനോ ഒന്നും അല്ല മക്കളെ. ഇത് എല്ലാം ഏകമാണ്. നല്ല നല്ല വാക്യങ്ങൾ, സുഭാഷിതം, ഈശ്വരൻ്റെ വചനങ്ങൾ ആരുടെ വായിൽ നിന്ന് വന്നാലും, ഒരു നീചൻ്റെ വായിൽ നിന്നായാലും അത് നമ്മൾ ഉൾക്കൊള്ളണമെന്നാണ്. അത് പരമാത്മാവിൽ നിന്ന് വരുന്ന വാക്കുകളാണ്. ആ വാണി, ആ വാക്ക് നമ്മൾ ഉൾക്കൊണ്ടാൽ മാത്രമേ നമുക്ക് അജ്ഞാനം മാറൂ. ഇത് നല്ല വഴിയാണ് അവർ പറയുന്നത് എന്ന് നമ്മൾ പഠിക്കണം. അതിനുവേണ്ടി മാത്രം ഞാൻ അങ്ങനെ ഇങ്ങനെ ആയി തീർന്നത്. അല്ലെങ്കിൽ ഞാനും മറ്റുള്ളവരെ പോലെ ഹൈന്ദവർ മാത്രമേ ഉള്ളൂ, മറ്റുള്ളവരെല്ലാം ഞാനും ദുഷിച്ചേനെ, എന്തെങ്കിലും പറഞ്ഞ് നമുക്ക് മറ്റുള്ളവരുടെ കണക്കായി പോയത്. എനിക്കങ്ങനെ ആവാൻ പറ്റില്ല. കാരണം ഞാനിത് മനസ്സിലാക്കി പരമാത്മാവിൽ ലയിക്കുന്ന ഒരു വ്യക്തിയാണ്. ആത്മാവിൽ ആനന്ദം കണ്ടെത്തുന്നു. അതായത് ഏക ദൈവത്തിൽ ഞാൻ കാണുന്നു. ഇത് മറ്റുള്ളതെല്ലാം നമ്മളെ നന്നാക്കാൻ വന്ന ഗുരുക്കന്മാരാണ്. അപ്പോൾ നമുക്ക് പിന്നെ ഏക ദൈവത്തിൽ ആശ്രയം കണ്ട് ഒന്നായി തീർന്നാൽ പിന്നെ നമുക്ക് വേറൊരു രൂപവും ഒന്നും നമുക്ക് വേണ്ട. അത് അത്രയും ആയി തീരുമ്പോഴാണ്. അതുപോലെ നമുക്കിതെല്ലാം വേണം. ഒരേ ഒരു രൂപം, യേശുവാണോ അത്, കൃഷ്ണനാണോ അത്, അല്ല അമ്മ ദേവിയാണോ അത്, ഏതോ ആയിക്കൊള്ളട്ടെ, എല്ലാം ഭഗവാന്റെ പരമാത്മന നാനാത്വമാണല്ലോ. അതുകൊണ്ട് ഏത് രൂപമായാലും എല്ലാം കൂടെ ഒന്നിച്ച് കണ്ടാലും പരമാത്മാവ്. ഞാൻ എല്ലാ കൃഷ്ണൻ്റെയും മുരുകൻ്റെയും അയ്യപ്പൻ്റെയും ശിവൻ്റെയും എല്ലാം യേശുവിൻ്റെയും എല്ലാ നാമവും എനിക്കിഷ്ടം, ഗുരുദേവൻ്റെ എല്ലാം ഇഷ്ടം. ഞാൻ എല്ലാം കാണുന്നത് എങ്ങനെയാണ്, എന്തു ചൊല്ലിയാലും ആ പരബ്രഹ്മത്തിൽ തന്നെ എൻ്റെ ഹൃദയം ലയിക്കുന്നത്, ഒന്നായി കാണുന്നത്. അങ്ങനെ ആകണം. അതാണ് ഏകം. അത് ഏകാത്മാവായിരുന്ന പരബ്രഹ്മം നാനാത്വമായി മാത്രം അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് നമുക്കത് ഉൾക്കൊള്ളാൻ കഴിയുക. അതുപോലെ നമുക്ക് അജ്ഞാനം മാറത്തില്ല. അയ്യോ കൃഷ്ണൻ്റെ നാമം ഒന്ന് വേറെ, മുരുകനെ ആരാധിക്കും വേറെ, യേശു കർത്താവിനെ എന്താ ഗുരുവാണ്, പക്ഷേ കർത്താവ് വിലയം പ്രാപിച്ചു, പരമാത്മാവിൽ ലയിച്ചു കഴിഞ്ഞു. അപ്പോൾ എന്തെങ്കിലും നമുക്ക് ഗുരുവായി വന്ന്, അപ്പം ആ ഒരു നന്ദി നമുക്ക് വേണം. ഇപ്പോൾ ഗുരുദേവനായാലും നമുക്ക് എന്തെങ്കിലും നമുക്ക് തന്നിട്ടുണ്ട്, അത് നമ്മൾ നോക്കി മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കും ഗുരുദേവനും ഗുരുവാണ്. ഇങ്ങനെ എല്ലാവരെയും ഉൾക്കൊള്ളുക എന്നതാണ് നല്ലതിനെ മാത്രം. എന്തിനാ, നേരായ മാർഗത്തിൽ എത്താൻ വളഞ്ഞ വഴിയൊന്നും വേണ്ട, നേരെയുള്ള വഴി മതി. ഇതൊക്കെ ഇവിടെ വന്ന ഗുരുക്കന്മാരെല്ലാം നേരെയുള്ള വഴിയാണ് കാണിച്ചു തന്നേക്കുന്നത്. അതെല്ലാം ഉൾക്കൊള്ളുന്നതിന് അജ്ഞാനം എന്താണ്, ഞാൻ വേറെ നീയൊന്ന് വേറെ എന്ന് കാണുന്നത്, അത് പാടില്ല. നന്മ ആര് തന്നാലും, ഏത് നികൃഷ്ട ഒരു ജീവി എല്ലാവരും തള്ളിക്കളയും. ചില ഇവരുടെ വാക്ക് കേട്ടു അവർ ഇന്നതാ എന്ന് നമ്മൾ തള്ളിക്കൂടാ. ഉള്ളിൽ നിന്ന് വരുന്ന വചനം ഈശ്വരവചനം ആണോ അത് നമ്മൾ കൈക്കൊള്ളുക. കുട്ടി ചൊല്ലിയാലും യുക്തമെന്നാകിൽ അത് കൈക്കൊള്ളണം. ബ്രഹ്മാവ് ചൊല്ലിയാലും അത് നേരാതല്ല എന്നുണ്ടെങ്കിൽ തെറ്റ നമുക്ക് ധിക്കരിക്കാമെന്നാണ്. അപ്പോൾ ബ്രഹ്മാവിനേക്കാളും ഒരു കുഞ്ഞാണ് നല്ലത് യുക്തിപരമായി തന്നാൽ അത് നമ്മൾ കൈക്കൊള്ളണമെന്നാണ് ഇവിടെ നമ്മുടെ ഹൈന്ദവ മതമൊന്നുമല്ല, ഹൈന്ദവരുടെ ഗുരുക്കന്മാരെ മഹർഷിമാരെ അങ്ങനെ പറഞ്ഞേക്കുന്നത്. ഒരു കുഞ്ഞിൻ്റെ വായിൽ നിന്നായാലും അത് നേരായ മാർഗമാണോ, നല്ല യുക്തിയുള്ളതാണോ അത് നമ്മൾ മനസ്സിലാക്കണം. അവരും നമുക്കൊരു ഗുരുവായി മാറും. നമുക്ക് അത് മാത്രമേ നമുക്ക് അതുകൊണ്ട് കുറച്ചും കൂടെ ഇതൊക്കെ മനസ്സിലാക്കണം. ഇവിടെ കർത്താവിനെ ചോദ്യം ചെയ്യാനായിട്ടൊക്കെ അന്നത്തെ ഐഹിക, അതായത് ഈ ലൗകികമായ ജനങ്ങൾ, കാരണം ഇവിടെ ആത്മാവിൽ ആനന്ദം കണ്ടെത്തുന്നതാണല്ലോ കർത്താവിൻ്റെ ശീലം. അതായത് ഈശ്വരൻ്റെ ആധ്യാത്മികമായി ഐഹികമല്ലാത്ത ഈ ലോക ചിന്തകളുള്ളവരാണ് കർത്താവിനെ ക്രൂശിക്കുന്നത്. അതുകൊണ്ട് അവർ ചോദ്യം ചെയ്തപ്പോൾ ചോദിക്കുന്നു, പിന്നെ സത്യത്തിന് സാക്ഷി നിൽക്കേണ്ടതിന് ഞാൻ ജനിച്ചു എന്നാണ് അവരുടെ ഉത്തരം പറഞ്ഞത്. എൻ്റെ രാജ്യം ഐഹികമല്ല. ഐഹികം എന്താണ്, ലൗകികമല്ല, ഈ ലോകമല്ല. ഈ ലോകം ദുഷിച്ച ലോകമാണ് ഈ പ്രപഞ്ചം. എന്ന് വെച്ചാൽ അവിദ്യയാണ്. അവിദ്യ കൊണ്ട് നമ്മൾ ഭാഗവത്തിൽ പഠിക്കുന്നത് തന്നെയാണ് അവിദ്യ, അതാണ് ഐഹികം. അതല്ല കർത്താവിൻ്റെ രാജ്യം, ദൈവരാജ്യമാണ്. എന്താ ദൈവരാജ്യം? പരബ്രഹ്മമായിരിക്കുന്ന പരമാത്മാവിൽ ലയിക്കുക എന്നതാണ് ആ പരമമായ സത്യം. അതാണ് കർത്താവിൻ്റെ വഴി. ഈ ക്രൂശിക്കാനൊക്കെ ഇവർ ചോദ്യം ചെയ്ത് കർത്താവിനെ ബുദ്ധിമുട്ടിക്കുമ്പോൾ കർത്താവ് പറഞ്ഞ ഇങ്ങനെയാണ്, എൻ്റെ രാജ്യം ഐഹികമല്ല. എൻ്റെ രാജ്യം ഐഹികമായിരുന്നുവെങ്കിൽ എന്നെ യഹൂദന്മാരുടെ കയ്യിൽ ഏൽപ്പിക്കാതെ വണ്ണം എൻ്റെ ചേവർ പോരാടുമായിരുന്നു. അതായത് കർത്താവ് ഈ ലൗകികക്കാരനാണെങ്കിൽ ജനങ്ങളെല്ലാം ലൗകികന്മാരാണല്ലോ. ഇവനെ ക്രൂശിക്കാൻ പറ്റത്തില്ല പറഞ്ഞ് ഒത്തുനിന്ന് അതിനുവേണ്ടി കൈക്കലാക്കാൻ പറ്റത്തില്ല, ഇവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ഇവിടെ 12 ശിഷ്യന്മാരല്ലേ ഉള്ളൂ കർത്താവിനോട് സ്നേഹിക്കാൻ. അതായത് പരമമായ സത്യത്തിൻ്റെ വഴിയിലേക്ക് ഉൾക്കൊള്ളാൻ കർത്താവിന് കൂടെ നിൽക്കാൻ എത്ര പേരുള്ള. അത് യൂദ എന്ന് പറഞ്ഞ ദുഷ്ടനും ഈ പിന്നെ കർത്താവിനെ ക്രൂശിക്കാൻ വേണ്ടി ഒറ്റ കൊടുത്ത ആളാണ്.
ശിഷ്യന്മാരെ കൂടെ നിന്നും കൊണ്ട് ഒറ്റ കൊടുത്തു. പക്ഷേ എത്ര ലോകം മൊത്തം ലൗകികന്മാരാ. അവർ കർത്താവിൻ്റെ ഈ പ്രവൃത്തി, നേരായ മാർഗം, നല്ല വഴി, അത് മറ്റുള്ളവർക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ഇവിടെ കർത്താവിനെ അന്ന് ക്രൂശിക്കുന്നത്. അപ്പോൾ എന്താ പറയുക, എന്നാൽ എൻ്റെ രാജ്യം ഐഹികമല്ല എന്ന് ഉത്തരം പറഞ്ഞു. അപ്പോൾ പീലാത്തോസ് അവനോട്, എന്നാൽ നീ രാജാവ് തന്നെയല്ലോ എന്ന് പറഞ്ഞതിന് യേശു, നീ പറഞ്ഞതുപോലെ ഞാൻ രാജാവ് തന്നെ. എന്താ കാരണം? പിതാവായ ദൈവമാണ് ലോകത്തിൻ്റെ രാജാവ്. സ്വന്തം പുത്രൻ എന്തായി വരും? ഇപ്പം ഒരു രാജാവിൻ്റെ മകൻ രാജകുമാരനാണ്. അപ്പോൾ കർത്താവ് പറഞ്ഞ് സത്യമാണ്, ഞാൻ പിതാവിൻ്റെ പുത്രനാണെന്ന് അദ്ദേഹം യേശുവിനറിയാം. അപ്പോൾ ഞാൻ രാജാവ് തന്നെ. എവിടുത്തെ രാജാവാ? അത് ഈ ലൗകികന്മാർക്ക് അറിയില്ലല്ലോ. നീ അപ്പം സ്വർഗത്തിലേക്ക് നമ്മളെല്ലാം കൊണ്ടുപോകാനുള്ള അവരുടെ ആ കുടുംബത്തിലേക്ക് നമ്മളെ കൂടെ കരകയറ്റിക്കൊണ്ട് പോകാനാണ് കർത്താവ് ഇവിടെ വന്നത്. അപ്പോൾ നീ ദൈവരാജ്യം എന്ന് പറയുമ്പോൾ നീ രാജാവാണോ? ദൈവരാജ്യം എന്ന് പറയുന്നത് എന്താണെന്ന് ഈ ദുഷ്ടന്മാരായ മറ്റുള്ളവർക്ക് അറിയില്ല, ഈ ലൗകികന്മാർക്ക് അറിയില്ല. അപ്പം കർത്താവ് ഇങ്ങനെ ദൈവരാജ്യത്തിന് വേണ്ടി പ്രസംഗിക്കുക. ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? പരമാത്മാവായിരിക്കുന്ന ഈശ്വരനിൽ നമ്മൾ ലയിക്കുന്നു, ആ ഒരു രാജ്യം കണ്ടെത്തുന്നു. സ്വർഗരാജ്യമെന്നോ ദൈവരാജ്യമെന്നോ അല്ലെങ്കിൽ നിത്യജീവനെ പ്രാപിക്കുന്നെന്നോ അമരത്വം നേടുന്നോ, ഇതൊക്കെയാണ് ദൈവരാജ്യം എന്ന് പറയുന്നത്. ഇതിനെ പറയുമ്പം അറിവില്ലാത്തവർ എന്താ വിചാരിക്കുന്നത്? അവർ വിചാരിക്കുന്നത് അയ്യോ ഈ ലോകത്തിൻ്റെ രാജാവാണെന്ന് പറയുവാണെന്ന്. അവർക്കറിവില്ല. പിതാവ് ലോകത്തിൻ്റെ നാഥനാ, ലോകപിതാവാണ്. നമ്മുടെ ഇന്ത്യയുടെ മാത്രമല്ല, ഈ ലോകം മൊത്തവും ത്രിലോകങ്ങൾ നിറഞ്ഞിരിക്കുന്ന പിതാവാണ്. ആ പിതാവിൻ്റെ പുത്രൻ പിന്നെ രാജാവല്ലാതെ ആരാണ്? ഇപ്പം എൻ്റെ അച്ഛൻ രാജാവാണെങ്കിൽ ഞാനൊരു രാജകുമാരിയാവത്തില്ലേ? അതുപോലെ തന്നെയാണ് കർത്താവും. അപ്പോൾ ഉത്തരം അങ്ങനെ പറഞ്ഞു. എന്നാൽ നീ രാജാവ് തന്നെയല്ലോ എന്ന് പറഞ്ഞതിന് യേശു പറഞ്ഞു, നീ പറഞ്ഞതുപോലെ ഞാൻ രാജാവ് തന്നെ. സത്യത്തിന് സാക്ഷി നിൽക്കേണ്ടതിന് ഞാൻ ജനിച്ചു, അതിനായി ലോകത്തിൽ വന്നിരിക്കുന്നു. അപ്പോൾ സത്യത്തിന് വേണ്ടി സാക്ഷി നിൽക്കാൻ, ലോകത്ത് സത്യം മാത്രമാണ് നിലനിൽക്കുന്നത്. അത് മറ്റുള്ളവർക്ക് പങ്കിട്ട് കൊടുത്ത് അവരെ കൂടെ ഈ സത്യത്തിൻ്റെ വഴിയിലേക്ക് നയിക്കാൻ വേണ്ടി ഞാനിവിടെ ലോകത്തിൽ ജനിച്ചു വന്നിരിക്കുന്നു. സത്യതൽപരനായവൻ എല്ലാം എൻ്റെ വാക്ക് കേൾക്കുന്നു എന്നുത്തരം പറഞ്ഞു. അപ്പോൾ സത്യത്തിന് വേണ്ടി ആരെ കൊതിക്കുന്നു, ആരാഗ്രഹിക്കുന്നു, അവർ മാത്രമേ ആ കർത്താവിൻ്റെ വാക്ക് കേൾക്കൂ, യേശുവിൻ്റെ വാക്ക് കേൾക്കൂ. മറ്റുള്ളവരെല്ലാം എന്താണ്? ഈ ലോക സുഖത്തിന് വേണ്ടി ജനിക്കുന്നവരാണ്. ജനിച്ച് ഭൂമിയിൽ വരുമ്പോഴേ ആഡംബരം കൊണ്ട് ജീവിച്ച് എങ്ങനെ ഉണ്ടാക്കണം, എങ്ങനെ പിടിച്ചു പറിക്കണം, ആരെ കയ്യിൽ നിന്ന് മോട്ടിക്കണം, കക്കണം, ഇങ്ങനെ മനുഷ്യനെ കഷ്ടപ്പെടുത്തി ജീവിക്കുന്നതാണ് ഈ ലോക ജീവിതം. മറ്റുള്ള എന്നെക്കാളും മറ്റോ വലുതായിക്കൂടാ, അവനേക്കാളും എനിക്ക് ഉണ്ടാകണം, അവന് 2 കാറുണ്ടെങ്കിൽ എനിക്ക് 4 കാറ് വേണം, അവന് 1 നില വീടുണ്ടെങ്കിൽ എനിക്ക് 4 നില വീട് വേണം. ഇങ്ങനെയുള്ളതാണ് ലൗകികമായ ജീവിതം. അതിനാണ് ലോകത്തെല്ലാവർക്കും ഇഷ്ടം. പക്ഷേ കർത്താവ് അങ്ങനെയല്ല. ആഡംബരമില്ലാതെ ശിഷ്യന്മാരെ കൂടെ ദൈവരാജ്യത്തിലേക്ക്, ഈശ്വരങ്കിലേക്ക് അടുപ്പിക്കാനുള്ള മാർഗം കൊണ്ട് അതിനുവേണ്ടിയാണ് ഇവിടെ അവതരിച്ചത്. അതുകൊണ്ട് ലോകത്തിൽ ഞാൻ അതിനുവേണ്ടി, സത്യത്തിന് വേണ്ടി സാക്ഷി നിൽക്കാൻ വേണ്ടി ഞാൻ ലോകത്തിൽ ജനിച്ചു വന്നിരിക്കുന്നു. സത്യതൽപരനായവൻ. ഇപ്പം അതിനൊരു ഉദാഹരണം, ഇപ്പം തന്നെ ഇത്രയും കേട്ടപ്പോൾ കുറച്ച് മക്കൾ ഇത് കേട്ടല്ലോ. ഞാൻ ചിന്തിച്ച് വായിച്ച് വരുമ്പോൾ കർത്താവ് എന്നുള്ള യേശു എന്നുള്ള വാക്ക് വരുമ്പം കട്ടാക്കി കളയുമെന്ന്. കാരണം അജ്ഞാനികൾക്ക് ഇതൊന്നും എനിക്ക് കേൾക്കണ്ട എന്ന് പറയുന്ന അജ്ഞാനികളുണ്ട്. പക്ഷേ ഭക്തന്മാർക്ക് അത് തോന്നൂല. ഭക്തന്മാർ എത്രയായാലും അത് കേൾക്കും. എനിക്കറിയാൻ കേൾക്കുമെന്ന്. കാരണം ഒരു ഭക്തനാകണമെങ്കിൽ അവൻ്റെ ഹൃദയം ശുദ്ധമായിരിക്കണമല്ലോ. ഈ ശുദ്ധത എന്ന് പറഞ്ഞാൽ എന്താ? രണ്ടെന്നില്ലാത്ത അവസ്ഥ, എല്ലാവരെയും ഒന്നായി കാണാനുള്ള അവസ്ഥ, എല്ലാ ജീവജാലങ്ങളും പരമാത്മാവിൻ്റെ സന്തതികളാണെന്ന് കാണാനുള്ള അവസ്ഥ. ഇവിടെ യേശു എന്ന് പറഞ്ഞാലും പരമാത്മാവ്, ആ പിതാവെന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പരബ്രഹ്മത്തെ കൃഷ്ണനായി കണ്ടു. നമ്മൾ ഭാഗവതത്തിൽ അങ്ങനെയാണ് പഠിച്ചത്. ഈശ്വരൻ ഏകനാണ്. ആ ഈശ്വരൻ ഞാനായവനാണ്. ആ കൃഷ്ണനായിട്ടിവിടെ വന്നതുകൊണ്ട് നമ്മൾ കൃഷ്ണ കൃഷ്ണ എന്ന് വിളിക്കുന്നു. അത് ദേവകിയുടെയും വസുദേവരുടെയും മകനെ അല്ല വിളിക്കുന്നത്, നമ്മൾ പരബ്രഹ്മമൂർത്തിയെ തന്നെയാണ് വിളിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ഗുരുവായി വന്ന യേശുവിനെ നമ്മൾ എന്താ വിളിക്കാത്തത്? കാരണം നമുക്ക് ഉപദേശം തരാൻ വന്നതാ. കൃഷ്ണൻ ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ വിളിച്ചേനെ. നമുക്ക് കൃഷ്ണൻ ഇവിടെ ജന്മന തന്നെ നമ്മളെ ഹൃദയത്തിൽ പതിഞ്ഞു കിടക്കുക. ലോകപിതാവായ ദൈവം പരബ്രഹ്മമൂർത്തി കൃഷ്ണനായി അവതരിച്ചു, ലോകപിതാവായ ദൈവം. അപ്പം നമ്മൾ ആ കൃഷ്ണനെ എടുത്ത് കളയാൻ പറ്റുമോ? മറ്റെല്ലാം നമുക്ക് വഴികാട്ടികളാണ്. കൃഷ്ണൻ തന്നെ തന്ന ഉപദേശം, ഭഗവത്ഗീത, ഇതെല്ലാം തന്നെയാണ്. നമ്മൾ എവിടെ ചെന്നാലും നന്മ തരാമെങ്കിൽ നമ്മൾ അവരെ ഗുരുവായി അംഗീകരിക്കാം. യേശുവായാലും ഗുരുദേവനായാലും ചട്ടമ്പിസ്വാമികളായാലും നന്മയാണോ അതെല്ലാം നമുക്ക് കൈക്കൊള്ളാം. അതെല്ലാം അറിയണം. അറിഞ്ഞാണ് നമ്മൾ ഏകമായ സത്യത്തെ കണ്ടെത്തുന്നത്. അത് പലരിൽ കൂടെ ആയിരിക്കും, പല വചനത്തിൽ കൂടെ ആയിരിക്കും, പല ഗ്രന്ഥത്തിൽ കൂടെ ആയിരിക്കും. പല ഗ്രന്ഥങ്ങൾ വായിച്ച് നമ്മളെ അജ്ഞാനം മാറുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ രൂപം, നമ്മൾ യഥാർത്ഥം എന്താ അത്
നാം തന്നെയാണ് പരബ്രഹ്മം എന്ന് നമ്മൾ തന്നെ ഉൾക്കൊണ്ട് എന്ന് കാണുന്നു, അന്ന് നമുക്ക് എല്ലാവരെയും ഉൾക്കൊണ്ട് സർവ്വതും നാം തന്നെയാണെന്ന് കാണാനും, സർവ്വജീവനെ നോക്കുമ്പോഴും അത് നാം തന്നെ, ഞാനല്ലാതെ ഇവിടെ ലോകത്തൊന്നും തന്നെ ഇല്ല കാണുവാൻ, സർവ്വതും എന്നിൽ കൂടെ തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കും. എന്താണ് ഈ ഞാൻ? ആ പരബ്രഹ്മം. അത് ഞാനും ഈ കർത്താവ് പറയുന്ന പോലെ ആ ഞാനായവനിൽ നമ്മളെല്ലാം ലയിച്ച് ഒന്നായി ചേർന്നോട് പിതാവായ ആ പിതാവിൻ്റെ പുത്രൻ യേശു പറയുന്നു, പിതാവേ നാം ഒന്നായതുപോലെ, അത് അച്ഛനും മകനും പിതാവും പുത്രനും ഒന്നായതുപോലെ എൻ്റെ ശിഷ്യന്മാരും ഒന്നാകണം, എന്നിൽ കൂടെ നമ്മളെല്ലാവരും ഒന്നായി തീരണം. ഇതാണ് അവിടെ ആഗ്രഹം. എന്തെങ്കിലും തെറ്റാണോ? എന്തൊരു ആനന്ദമാണെന്ന് ചിന്തിച്ചു നോക്ക്. അതുകൊണ്ട് അവരോട് ഉത്തരം ഭഗവാൻ യേശു കർത്താവ് പറഞ്ഞ എന്താ? ഒരു ഭയവും കൂടാതെ അവർ ക്രൂശിച്ചോട്ടെ എന്നും പറഞ്ഞ് സത്യത്തെ വെളിപ്പെടുത്താതിരിക്കാൻ നമുക്ക് കഴിയത്തില്ല. സത്യം സത്യം തന്നെയാണ്. അവിടെ ഇനി എന്ത് വന്നാലും, പക്ഷെ അവർക്ക് അറിവില്ലാത്തതുകൊണ്ടാണല്ലോ, അത് കർത്താവിന് അറിയാം. അതുകൊണ്ടാണ് അവർ ചെയ്തതിന് കർത്താവിന് ഒരു ദോഷം. കാരണം അവിടെ പിതാവ് ഇച്ഛിക്കുന്നു അങ്ങനെയാണ്. പിതാവ് ഇച്ഛിക്കുന്ന എന്താണ്? ഈ യേശു കർത്താവിനെ സ്വന്തം മകനായിട്ട് വിട്ടതെന്താ? ഇവരെന്തെല്ലാം സത്യത്തിന് വേണ്ടി പോരാടുമ്പോൾ എന്തെല്ലാം ചെയ്താലും ഈ ശരീരത്തെ, അതായത് കർത്താവിൻ്റെ ശരീരത്തെ എന്ത് ചെയ്താലും അനങ്ങണ്ട, അവർ ചെയ്തോട്ടെ. നിത്യജീവനെ പ്രാപിക്കുമ്പോൾ എല്ലാവരുടെ മുമ്പിൽ, എൻ്റെ മുമ്പിലും പ്രത്യക്ഷമായി എനിക്ക് പറയാം, നന്നായി പറയാം. എൻ്റെ മുമ്പിൽ പ്രത്യക്ഷമായി നിന്ന് ഏകപിതാവായ ദൈവം പുത്രനായി ചേർന്നുകൊണ്ട്, അതുപോലെ എനിക്ക് ഒരുപാട് ദർശനങ്ങൾ തന്നു. എനിക്ക് ഒരുപാട് വചനങ്ങൾ സ്ക്രീനിൽ കാണിക്കുന്ന പോലെ വചനങ്ങൾ ഇങ്ങനെ അന്ന് എനിക്ക് ബൈബിളില്ല, ഞാൻ പിന്നീട് ആ ബൈബിൾ വായിച്ച. അന്ന് എനിക്ക് വചനം എന്താണെന്ന് അറിയാത്ത സമയത്ത് ബൈബിളിലെ വചനങ്ങൾ അതായത് ഹൃദയശുദ്ധിയുള്ള ദൈവത്തെ കാണുന്നു. ഇങ്ങനെ ഒരുപാട് വാക്യങ്ങൾ ഇങ്ങനെ എഴുതി താഴേക്ക് വരുന്നു. ഞാൻ അന്തം വിടുന്നത് എവിടെ നിന്ന് കിട്ടി, എവിടുത്തെ വാചകം ഇത്? ഞാനന്ന് പോയി തുടങ്ങിയതേ ഉള്ളൂ, എനിക്ക് ഒന്നും അറിയില്ല. അങ്ങനെ ഞാൻ ബൈബിൾ വാങ്ങിച്ച് വായിച്ച് ആദ്യം തൊട്ടേ വായിച്ചപ്പോൾ എന്തോ ഞാൻ കണ്ട വചനം കിടക്കുന്നു മത്തായിയുടെ 5-ന്റെ 1 അങ്ങനെയുള്ള വാക്യങ്ങളിൽ 5 തോന്നുന്നു. അപ്പോൾ ഈ ഞാൻ കണ്ട വചനങ്ങളെല്ലാം അവിടെ കിടക്കുന്നു. അയ്യോ, ഞാൻ ഇതാണല്ലോ എൻ്റെ കർത്താവ് അന്ന് എനിക്ക് കാണിച്ച ദർശനങ്ങൾ. ഒരു സ്ക്രീനിൽ എഴുതി താഴേക്ക് വരുന്നത് പോലെ കാണുന്നു. ഒടുക്കം അതിൻ്റെ അവസാന സ്ക്രീനെല്ലാം കഴിഞ്ഞപ്പോൾ പിതാവും പുത്രനും കൂടെ നിൽക്കുന്ന ഫോട്ടോ പോലെ അതും എന്നെ കാണിക്കുന്നു. ഇങ്ങനെ എത്ര ദർശനങ്ങളാണ് കണ്ടത്. അപ്പോൾ അങ്ങനെ സത്യതൽപരനായവനെല്ലാം എൻ്റെ വാക്ക് കേൾക്കുന്നു എന്നുത്തരം പറഞ്ഞു. എന്താ സത്യതൽപരൻ? ഭക്തന്മാരായവർ, കളങ്കമില്ലാത്തവർ, ഭക്തിയുള്ളവർ, സ്നേഹമുള്ളവർ, എല്ലാവരെയും നമ്മുടേതെന്ന് എൻ്റേതെന്ന് കാണാൻ, അതാ നിൻ്റേതല്ല, എല്ലാം നാം തന്നെ, എല്ലാം എൻ്റെ സഹോദരങ്ങളാണെന്ന് കാണുന്നവരാണ് സത്യതൽപരർ. അതിനു വേണ്ടിയാണ് ഇവിടെ കർത്താവ് വന്നേക്കുന്നതെന്നാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ അങ്ങനെ എന്തുകൊണ്ടാണ് ഇത്രയും സ്നേഹം? സഹോദരൻ, കാരണം എല്ലാം ഏക ദൈവത്തിൻ്റെ സന്തതികളാണെന്ന് വെച്ചുകൊണ്ടാണ്. നീ എന്നെ അയച്ചിരിക്കുന്നു എന്നും ലോകം വിശ്വസിപ്പാൻ അവർ എല്ലാവരും ഒന്നാകേണ്ടതിന് പിതാവേ നീ എന്നിലും ഞാൻ നിന്നിലും ആകുന്നത് പോലെ. ഇവിടെ കൃഷ്ണൻ എന്താ പറഞ്ഞത്? ഒരു ഭക്തൻ എന്നിൽ വസിക്കുന്നു, ഞാൻ അവനിലും ഭക്തനിലും വസിക്കുന്നു. ഇവിടെ എന്താ തെറ്റ്? രണ്ടും ഒന്നല്ലേ? ഇതെല്ലാം കർത്താവ് പഠിച്ചതാ. ഇവിടെ വന്ന് എല്ലാം ആയി ഉൾക്കൊണ്ട് ഇങ്ങനെ ആയി തീർന്നു. ആ പുത്രൻ യഥാർത്ഥമായി തീർന്നു. ഈ പരമാത്മാവായ കൃഷ്ണൻ്റെ സർവ്വതും ഭഗവാൻ കൃഷ്ണൻ ഇവിടെ വന്നത്, പരമാത്മാവ് ആ സമയത്തോടെ അവതരിച്ചത് ദുഷ്ടനെ കൊണ്ട് വിഷമം പിടിച്ച് ജനങ്ങൾക്ക് ഒരു നിവൃത്തിയില്ല, മഹർഷിമാർക്കും ഭക്തന്മാർക്കും ഒന്നും രക്ഷയില്ല. അങ്ങനെയാണ് ദുഷ്ടന്മാരെ വധിക്കാൻ വേണ്ടി അത് പരമാത്മാവിനെ കൊണ്ട് മാത്രമേ പറ്റൂ. അതുകൊണ്ടാണ് കൃഷ്ണൻ അത് യഥാർത്ഥമായ പരബ്രഹ്മമാണെന്ന് നമ്മൾ ഉൾക്കൊള്ളണം. സാധാരണ ഇപ്പോൾ കർത്താവ് പുത്രനായി വന്നിട്ട് അത് നടക്കത്തില്ല, ആരും കൊല്ലത്തില്ല. പുത്രനാ, എല്ലാവരും സഹോദരങ്ങളാണ്. പക്ഷേ പിതാവ് എന്ന് പറയുന്ന ദൈവം ഏകൻ എല്ലാവരെയും സൃഷ്ടിക്കുകയും രക്ഷിക്കുകയും സംഹരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് ഇവിടെ കൃഷ്ണനായി വന്നത് സംഹരിപ്പാൻ തന്നെയാണ്. ആരും അതിന് കുറ്റം പറയണ്ട. അതുകൊണ്ടാണ് പരബ്രഹ്മം തന്നെയാണ്, യഥാർത്ഥ പിതാവ് തന്നെയാണ് കൃഷ്ണനെ നമ്മൾ ഉൾക്കൊള്ളുന്നത്. കാരണം ഇവിടെ പറഞ്ഞ വചനങ്ങളെല്ലാം എന്താണ്? ദുഷ്ടന്മാരെ നിഗ്രഹിക്കാൻ കർത്താവിനെ കൊണ്ട് പറ്റുമോ? അത് പറ്റുമെങ്കിൽ പോലും ചെയ്യത്തില്ല. കാരണം പുത്രനായിട്ടാണ് അവിടെ വന്നേക്കുന്നത്, നമ്മെ പോലെ അവിടെ വന്നേക്കുന്നത്. അതുകൊണ്ട് അത് പിതാവിന് ഇച്ഛയുമില്ല. ഒരു പുത്രനെ പാപിയാക്കുന്നത് ഇഷ്ടമല്ല. അതുകൊണ്ട് ആരെയും വധിച്ചുകൂടാ. ഒരു കുഞ്ഞിനെ, ഒരു എറമ്പിനെ പോലും നമ്മൾ കൊന്നുകൂടാ. അതിൻ്റെ ഗുരുദേവൻ ഇതെല്ലാം പറഞ്ഞിട്ട് ഒരു പീഡ എറമ്പിന് പോലും വരുത്തരുതേ. നമ്മളെല്ലാവരും പുത്രന്മാരാണ്. ഇവിടെ പുഴുവായാലും ഇറമ്പായാലും ബ്രഹ്മാവോട്ട് ഏത് പുൽക്കൊടി വരെയും നമ്മളെല്ലാം പുത്രന്മാരാണ്, ഭഗവാന്റെ മക്കളാണ്. അതുകൊണ്ട് നമ്മൾ തമ്മിൽ സ്നേഹിക്കുക വേണ്ടേ, അല്ലാതെ നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക വേണ്ട. അല്ലാതെ നമ്മൾക്ക് ആരെയും കൊല്ലാൻ അവകാശമില്ല. കാരണം നമ്മൾ പിതാവല്ല.
നമ്മൾ പുത്രനാ. പിതാവിന് ഇതെല്ലാം അർഹതയുണ്ട്. പിതാവ് നമ്മളെ സൃഷ്ടിക്കുകയും ചെയ്യുന്നുണ്ട്, നമ്മളെ രക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്, നമ്മളെ സംഹരിക്കുകയും ചെയ്യുന്നുണ്ട്. കൊള്ളത്തില്ലേ വെട്ടിച്ചേദിച്ച് കളയും. അത് പിതാവിൻ്റെ ആവശ്യമാണ്. ആർക്ക് വേണ്ടി? പുത്രന്മാർക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി, നമുക്ക് വേണ്ടി. അതുകൊണ്ട് അത് പിതാവിന് മാത്രമേ അർഹതയുള്ളൂ. അല്ലെങ്കിൽ എന്ത് വേണം? പുത്ര, നീ ഇത് ചെയ്യുന്നത് അങ്ങോട്ട് പറഞ്ഞു വിടണം ഈ യേശുവിനോട്. അത് പറഞ്ഞില്ല. നീ നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കാനും എല്ലാവരെയും ഉൾക്കൊള്ളാനും ഈ സത്യത്തിൻ്റെ കൽപ്പനകൾ പറഞ്ഞ് പഠിപ്പിച്ച് എല്ലാവരും നന്നാക്കാനാണ് വിട്ടേക്കുന്നത്, എല്ലാവരെയും വധിക്കാനല്ല വിട്ടേക്കുന്നത്. അതുകൊണ്ട് കർത്താവിന് വേണമെങ്കിൽ ചെയ്യാവുന്നതേ ഉള്ളൂ, പക്ഷെ ചെയ്യത്തില്ല. പിതാവിൻ്റെ ഇച്ഛയ്ക്ക് വേണ്ടി വന്നു. പിതാവിൻ്റെ ഇച്ഛ എന്താണ്? സത്യത്തിൻ്റെ വഴി തിരഞ്ഞു കൊടുത്ത് എല്ലാവരെയും അങ്ങോട്ട് അടുപ്പിക്കണം. പിതാവും പുത്രനും ഒന്നാകുന്നത് പോലെ നമ്മളെ എല്ലാം ഒന്നാക്കാനാണ് ഇവിടെ വന്നേക്കുന്നത്. അപ്പം വധിക്കാൻ അവകാശമില്ല. വേണമെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതേ ഉള്ളൂ. അത്ഭുത ബാലനാണ് യേശു, പക്ഷെ ചെയ്തോ? എന്തെല്ലാം അത്ഭുതങ്ങൾ കാട്ടി. എന്താ ചെയ്യാത്തത്? എല്ലാം സഹനശക്തി കൊണ്ട് എല്ലാം സഹിച്ച് കല്ല് മുള്ളും നിറഞ്ഞ കുരിശ് ചുമക്കാനാണ് വന്നത്. കുരിശ്, ഇതൊക്കെ കല്ല് മുള്ളുമാണ്. ആ കുരിശ് ചുമന്നതിൻ്റെ പേരിലാണ് യേശു തമ്പുരാന് ആ മകനായ കർത്താവിനെ പരമാത്മാവിൻ്റെ വലത്ത് ഭാഗത്ത് കൊണ്ട് അങ്ങ് ഇരുത്തി മഹത്വം കൊടുത്തു. കാരണം എന്താ? പിതാവിൻ്റെ ഇച്ഛ അതുപോലെ സാധിച്ചു. പിന്നെ ഹെരോദാവിനൊക്കെ ഇതെല്ലാം ചാട്ടവാറിനെ അടുപ്പിക്കാനും ക്രൂശ് തറയ്ക്കാനൊക്കെ ചിലപ്പോൾ നിന്ന് കൊടുത്തു. ഒരു കുഞ്ഞാട് എങ്ങനെ നിൽക്കുന്നു അതുപോലെ നിന്ന് കൊടുത്തു. എന്തിനു വേണ്ടിയാ? പിതാവിൻ്റെ ഇച്ഛ, ആഗ്രഹം, ആ ആഗ്രഹം നിറവേറ്റാൻ വേണ്ടി. അതുകൊണ്ട് എല്ലാ ശിഷ്യന്മാരും എല്ലാവരും പിതാവും പുത്രനും നമ്മൾ ഒന്നാകുന്നത് പോലെ പിന്നെ വരുന്ന എൻ്റെ ശിഷ്യന്മാരും എല്ലാവരും ഒന്നാകണം. അതുകൊണ്ട് നീ എന്നെ അയച്ചിരിക്കുന്നു എന്ന് ലോകം വിശ്വസിപ്പാൻ അവർ എല്ലാവരും ഒന്നാകേണ്ടതിന്. അപ്പം എന്നെ ഇങ്ങോട്ട് അയച്ചത് പിതാവ് തന്നെയാണെന്ന് ഈ ജനങ്ങൾക്ക് വിശ്വസിക്കേണ്ടുന്നതിന് ഈ ഗുണങ്ങളെല്ലാം കൊടുത്തിട്ട് അവിടെ തന്നെ പിതാവിൻ്റെ അടുക്കൽ ഈ പറഞ്ഞ ശിഷ്യന്മാരും അവിടേക്ക് ചെല്ലണം. അല്ലെങ്കിൽ നമ്മളെങ്ങനെ വിശ്വസിക്കും പിതാവിനടുക്ക പുത്രൻ ഇരിപ്പുണ്ടെന്ന്? അപ്പോൾ കുറച്ച് ശിഷ്യന്മാർ ഇതുപോലെ ആകുമ്പോൾ എനിക്ക് ഉറപ്പായും ഇപ്പോഴേ തന്നെ ഞാൻ അറിഞ്ഞിരിക്കുന്നു, പക്ഷേ എന്നെ അവിടെ തന്നെ ഇരുത്തുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എനിക്ക് അവിടെ ചെല്ലുമ്പോൾ എനിക്ക് കർത്താവിനെ കാണാം, പിതാവിൻ്റെ അടുത്ത് തന്നെ കാണാം. കാരണം ഞാൻ പിതാവിൻ്റെ അതേ ആദർശത്തിലാണ് പോകുന്നത്. അതുകൊണ്ട് എല്ലാവരും ഒന്നാകേണ്ടതിന് പിതാവേ, നീ എന്നിലും ഞാൻ നിന്നിലും ആകുന്നത് പോലെ അവരും നമ്മിൽ ആകേണ്ടതിന് തന്നെ. ഇതെന്താ എനിക്ക് ഉറപ്പൊന്നേ? പരമാത്മാവായ പിതാവ്, പരിശുദ്ധ പരബ്രഹ്മം കൃഷ്ണനായി നമുക്ക് ഭഗവത്ഗീതയിൽ പറയുന്നത് ഭക്തൻ എന്നിലും ഞാൻ ഭക്തനിലും. അപ്പോൾ എനിക്ക് ഉറപ്പിച്ചൂടെ? ഇത് രണ്ടും ഒന്നല്ലേ? അപ്പോൾ എനിക്ക് ഉറപ്പായിട്ടും എനിക്ക് ആ ഭക്തൻ ആണോ ഞാൻ? ഒരു ഭക്തൻ ദൈവപുത്രിയോ ദൈവപുത്രനോ ആണ്. അപ്പോൾ ഒരു ഭക്തനാണെങ്കിൽ നമുക്ക് എവിടെ എത്താം? ആ പരബ്രഹ്മത്തിലെത്താം. അതാരാണ്? പിതാവ്. പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് പരമാത്മാവിൻ്റെ അടുക്കെ പുത്രൻ ഇരിക്കുമ്പോൾ നമ്മളും അങ്ങനെ നമ്മൾ കൃഷ്ണനെയാണല്ലോ ചിന്തിക്കുന്നത് പരബ്രഹ്മമായിട്ട്. ഈ പരബ്രഹ്മത്തിൻ്റെ ആ വാചകമാണ് ഭക്തൻ എന്നിലും ഞാൻ ഭക്തനിൽ എന്ന് പറയുന്നത്. പിതാവ് എന്നിലും ഞാൻ പിതാവിനും പുത്രനും പറയുന്നു. രണ്ടും ഒന്നല്ലേ? അപ്പം തീർച്ചയായിട്ടും ഇങ്ങനെ ഉള്ളവർക്ക് വിശ്വസിക്കാം അവിടെ തന്നെ ചെന്ന് എത്തുമെന്ന്. അതുകൊണ്ട് നമുക്ക് ഉറപ്പിക്കാം. നമുക്ക് കൃഷ്ണൻ്റെ വാചകം തന്നെ എടുത്താൽ മതി. ഇവിടെ മതം മാറ്റാനോ ഇത് പക്ഷേ എല്ലാം നമ്മൾ ഉൾക്കൊള്ളണം. നമ്മളിത് ചിന്തിക്കണം. ഇതെന്താണ് ഇതിൽ പറയുന്നത്? ഇത് തെറ്റ് വല്ലതും ഉണ്ടോ? ഇത് എന്ത് കുറ്റമാണുള്ളത്? യേശു കർത്താവ് ഇവിടെ തന്ന വചനങ്ങളെല്ലാം തെറ്റാണോ ശരിയാണോ എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതെന്തിനു വേണ്ടിയാണ്? നമ്മുടെ ഉള്ളത്തിൽ അജ്ഞാനം മാറണം. അജ്ഞാനം മാറിയില്ലെങ്കിൽ നമുക്ക് പിതാവിൻ്റെ അടുക്കൽ ചെല്ലാൻ പറ്റില്ല. ഇതിപ്പം നമ്മൾ മനസ്സിലാക്കി, അയ്യോ കർത്താവിനെ വിട്ടത് പിതാവ് തന്നെയാണ്, അയ്യോ ഈ ഉപദേശങ്ങൾ തന്നെയാണല്ലോ തന്നത്. അപ്പം നമുക്ക് സ്നേഹം ഉണ്ടാവും. ഇവിടെ കർത്താവ് വന്ന് നമ്മളെയൊക്കെ സ്നേഹിച്ച് നമ്മളെ നന്നാക്കിക്കൊണ്ട് പോകാനാണ്, എവിടേക്കാണ്? പിതാവിൻ്റെ അടുക്കലേക്ക് കൊണ്ടുപോകാനാണ് വെമ്പൽപ്പെട്ട് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ നമ്മളങ്ങനെ മനസ്സിലാക്കുമ്പോൾ എന്തൊരു സന്തോഷമാണ്. അതുകൊണ്ട് നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു. അപ്പോൾ പിതാവ് എന്ത് മഹത്വമാണ് ഈ കർത്താവിന് കൊടുത്തത്? ഈ ഉപദേശങ്ങൾ നമുക്ക് തന്നിട്ട് നന്മ ചെയ്തിട്ട് കുരിശി തറഞ്ഞു വേദനിച്ചു. സഹിക്കാൻ മേത്ത വേദന, മനസ്സിൻ്റെ വേദന, ശരീരത്തിൻ്റെ വേദന ഇല്ല കർത്താവിന്. അദ്ദേഹം ധ്യാനിച്ച് നന്നായി യോഗിയായി അഗ്നി പോലെ ജ്വലിക്കുന്ന ശരീരമാണ്. പിന്നെ ഏത് അഗ്നിയാ വല്ലതും ചെയ്യാൻ പറ്റുമോ? എത്ര കുത്തി കഴിച്ചാലും ആണിയടിച്ചാലും നൊമ്പലപ്പെടത്തില്ല. കാരണം യോഗാഗ്നിയിൽ നന്നായി ദഹിച്ച ശരീരമാണ്. ധ്യാനത്തിൽ കൂടി യോഗയിൽ കൂടി അങ്ങനെയുള്ളൊരു ശരീരത്തെ ആരെന്ത് ചെയ്താലും, പക്ഷെ മനസ്സിന് വേദനയുണ്ടല്ലോ. ഈ കുട്ടികളെ, ഈ ശിഷ്യന്മാരെ നന്നാക്കുന്നതിന് വേണ്ടിയുള്ള വെമ്പൽ, ആ വേദന അതേ ഉള്ളൂ. അത് എന്തായാലും കുറച്ച് ശിഷ്യന്മാർക്ക് അത് കിട്ടി. അവർ മുഖാന്തരം ഞാൻ പിതാവിനടുക്കെ ചെന്നെങ്കിലേ ഈ കുട്ടികൾക്ക്, ഈ ശിഷ്യന്മാർക്ക് ആ കർത്താവിന് ഉപദേശം പറഞ്ഞ് എല്ലാവരെയും നടത്താൻ പറ്റൂ. കാര്യസ്ഥൻ അടുക്ക വരണ്ടേ? ആരാ ഈ കാര്യസ്ഥൻ? പരമാത്മാവാകുന്ന പരിശുദ്ധാത്മാവ് ചൈതന്യം.
ഈ ചൈതന്യം ഈ ശിഷ്യന്മാരിലേക്ക് കർത്താവ് കൊടുക്കും. കർത്താവിൽ കൂടി പരമാത്മാവായ പിതാവ് കൊടുക്കുമ്പോൾ കർത്താവ് യേശുവിൽ കൂടി, പിതാവ് യേശുവിൽ കൂടി ഈ ശിഷ്യന്മാർക്ക് ഉപദേശം കൊടുക്കാനും ഉള്ളത്തിൽ ഇതെല്ലാം നിറഞ്ഞു കവിഞ്ഞ് ഹൃദയത്തിൽ നിറഞ്ഞു വരുമ്പോൾ അത് മറ്റുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടി ആ പരിശുദ്ധാത്മാവ് ഈ ശിഷ്യന്മാരുടെ ഉള്ളത്തിൽ വരുമ്പോൾ അവരും വായ തുറന്ന് നല്ല കാര്യങ്ങൾ സംസാരിക്കും, സുഭാഷിതം പറയും. അത് എല്ലാവരുടെയും കാര്യമല്ല ഞാൻ പറയുന്നത്. ഒരുപാട് കാപട്യങ്ങളുണ്ട്, നമ്മളത് തിരിച്ചറിയണം. നന്മ ആണെന്ന് നമ്മൾ ഉൾക്കൊള്ളണം. അല്ലാതെ നമുക്ക് എല്ലാവരെയും ഇന്നത്തെ കാലത്ത് എല്ലാത്തിലും ഉണ്ട് കാപട്യം. ഈ ഓരോ ഗുരുക്കന്മാരായിട്ട് വന്ന് ഉപദേശം കൊടുക്കുന്നവരെല്ലാം യഥാർത്ഥത്തെ അറിഞ്ഞ് അവിടെ പരമാത്മാവിൽ ചേർന്നവരല്ല. അത് ഒരുപാട് പേരും ഇങ്ങനെയാണ്. പക്ഷേ യഥാർത്ഥത്തെ ചേർന്ന ചില സന്യാസിമാരോ അച്ഛന്മാരോ എന്നാൽ പള്ളിയിലെ അച്ഛന്മാരിലൊക്കെ ചിലരേ ഉള്ളൂ. ബാക്കി എല്ലാവരും അതും ഈ പറഞ്ഞതുപോലെ 100-ൽ 1-ഓ 2-ഓ കാണും. ബാക്കി മൊത്തവും 98 പേരും അല്ലാത്തവരാ. 100-ൽ 98 പേരും അല്ലാത്ത 2 പേർക്ക് അങ്ങനെ കാണും യഥാർത്ഥത്തെ അറിയുന്നവർ. അത് എനിക്ക് പറയാൻ പറ്റൂ. കാരണം ഇന്ന് കാപട്യം കൊണ്ട് നിറഞ്ഞിരിക്കുക. എല്ലാം പഠിച്ച് പാസ്സായതുകൊണ്ട് യഥാർത്ഥത്തെ അറിഞ്ഞോണമെന്നില്ലല്ലോ. നമ്മൾ ഉൾക്കൊണ്ടത് അത് പ്രവൃത്തി കൂടെ ആയിട്ട് അത് അനുഭവിച്ച് അറിയുമ്പോഴേ അത് അറിഞ്ഞു എന്നറിയാൻ പറ്റും. നമ്മൾ അനുഭവിക്കുമ്പോഴാണ് അത് ശരിയാണെന്ന് അറിയാം. അല്ലാത്തത്തോളം കാലം നമുക്ക് ഒന്നും അറിയാൻ പറ്റത്തില്ല. അതുകൊണ്ട് നീ എന്നെ അയച്ചിരിക്കുന്നു എന്നും നീ എന്നെ സ്നേഹിക്കുന്നത് പോലെ അവരെയും സ്നേഹിക്കുന്നു എന്നും ലോകം അറിവാൻ. അപ്പോൾ പിതാവായ ദൈവം യേശുവിനെ എങ്ങനെ സ്നേഹിക്കുന്നു അതുപോലെ തന്നെയാണ് അവരെയും സ്നേഹിക്കണം. അതുകൊണ്ട് നീ എന്നെ അതിനുവേണ്ടി അയച്ചിരിക്കുന്നു എന്നും നീ എന്നെ സ്നേഹിക്കുന്നത് പോലെ. പിതാവ് എങ്ങനെയാണ് പുത്രനെ സ്നേഹിക്കുന്നത്? സ്വന്തം പിതാവ് മകനെ സ്നേഹിക്കത്തില്ല, എത്രമാത്രം പിന്നല്ലേ മറ്റുള്ളവരുള്ളൂ. അതുകൊണ്ട് അതുപോലെ അവരെയും സ്നേഹിക്കുന്നു എന്ന് ലോകം അറിവാൻ. ഈ ലോകത്തിലുള്ള നല്ല മനുഷ്യർ അറിയണം. ഈ ക്രൂശിച്ചവർ അറിയാൻ പറ്റത്തില്ല. അവർക്ക് എത്ര ജന്മം ജനിച്ചാലും അവരിതിന് ആവാൻ പറ്റത്തില്ല. പക്ഷെ കുറേ ജനങ്ങൾക്ക് ഇത് പോകെ അവർ മനസ്സിലാക്കും. അതുകൊണ്ട് എന്നെ സ്നേഹിക്കുന്നത് പോലെ അവരെയും ഈ ശിഷ്യന്മാരെയും സ്നേഹിക്കുന്നു എന്ന് ആരറിയണം? ഈ ലോകം, നമ്മളെപ്പോലുള്ള ലോകത്തുള്ള അറിവാൻ. നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നാകേണ്ടതിന് ഞാൻ അവരിലും നീ എന്നിലുമായി അവർ ഐക്യത്താൽ തികഞ്ഞവരായിരിക്കേണ്ടതിന് തന്നെ. ഐക്യത്താൽ ഒന്നായിട്ട് ചേർന്ന് ലയിക്കുക. അപ്പോൾ അവിടെ പിതാവും പുത്രനും നിറം നമ്മളെല്ലാവരും ആ പുത്രനായി തീരുക. ഇതാണ് കർത്താവ് ആഗ്രഹിച്ചത്. പിതാവിൻ്റെ പുത്രൻ എങ്ങനെ ഒന്നായി തീർന്ന് പിതാവുമായിട്ട്, അതുപോലെ ഈ ശിഷ്യന്മാരായ നമ്മളും ഒന്നായി തീരണം. അപ്പോൾ അവിടെ നമ്മളും പുത്രനാണ് അല്ലെ പുത്രിയാണ്. അപ്പോൾ പിതാവും പുത്രൻ എന്ന് പറയുമ്പോൾ നാം എന്ത് ചിന്തിക്കണം? നമ്മൾ അങ്ങനെ ആയിത്തീരുമ്പോൾ ഞാനാണ് ഈ യേശു എന്ന് കാണണം. യേശു ആരാണ്? അത് ഞാൻ തന്നെ. യേശുവിൻ്റെ വഴി എന്നിലുണ്ട്. അപ്പം ഞാനും പിതാവും ഒന്നായി. അപ്പം തീർന്നില്ലേ കാര്യം? സംശയം മാറിയോ മക്കളെ? അപ്പം നാം ആരായി മാറണം? പിതാവും പുത്രനും, അത് യേശു ഒന്നാകുന്നത് പോലെ അവരും ഈ ലോകത്തിൽ നമ്മൾ ശിഷ്യന്മാരും ഒന്നാകണം. അത് പിതാവിനെ പോലെ പുത്രനും പിതാവും ഒന്നായതുപോലെ ബാക്കിയുള്ള ശിഷ്യന്മാരായ നമ്മളെല്ലാവരും ഒന്നാകാൻ തന്നെ, പിതാവിനോട് ചേരാൻ തന്നെയാണ്. അതിനുവേണ്ടിയാണ് ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നാകേണ്ടത് ഞാൻ അവരിലും നീ എന്നിലുമായി. അതായത് നമ്മളെല്ലാവരും ശിഷ്യന്മാരാണ്, ഗുരുവിൻ്റെ ശിഷ്യന്മാരാണ്. യേശുവിൻ്റെ കൽപ്പനകളാണ് നമ്മൾ അറിയുന്നത്. അപ്പം നമ്മൾ യേശുവിൽ കൂടി ഒന്നായ പിതാവിനോടൊപ്പം ചേരുന്നു. അപ്പം നമ്മളും പുത്രനായി മാറുന്നു, യേശുവായി മാറുന്നു. അപ്പം യേശു ആരാണ്? പുത്രൻ. നമ്മളും പുത്രനായി മാറുമ്പോൾ എവിടെ വരും? ആ പിതാവിൽ തന്നെ നമ്മളെല്ലാവരും ഏകീകരിക്കുന്നു. അപ്പോൾ അതായത് അവർ ഒന്നാകേണ്ടതിന് ഞാൻ അവരിലും, അപ്പം യേശു നമ്മളിലും, അതായത് പരിശുദ്ധാത്മാവായി ഇവിടെ വരും. അല്ല അപ്പം ശരീരം കാണാനില്ലെങ്കിലും ഉള്ളത്തിൽ ആ നിത്യജീവനെ പ്രാപിച്ച ആ യേശു കർത്താവ് പരിശുദ്ധാത്മാവായി ഈ ശിഷ്യന്മാരുടെ ഉള്ളത്തിൽ വരുമ്പോൾ അവർ ഹൃദയം നിറഞ്ഞ് നന്മ കൊണ്ട് നിറയ്ക്കും. ജനങ്ങളെ നന്നായി പ്രസംഗിച്ച് നല്ല സുഭാഷിതം പറഞ്ഞ് ഈ വചനങ്ങളെല്ലാം മറ്റുള്ളവർക്ക് കൊടുത്ത് പഠിപ്പിച്ച് പിതാവിലേക്ക് ലയിപ്പിക്കാൻ വേണ്ടി വരും. അതാണ് എങ്ങനെ അവരും ഒന്നാകേണ്ടതിന് ഞാൻ അവരിലും നീ എന്നിലുമായി അവർ ഐക്യത്താൽ തികഞ്ഞവരായിരിക്കേണ്ടത് തന്നെ. ഐക്യത്താൽ തികയണം, നമ്മളെല്ലാവരും ഒന്നായി തീരണം. പിതാവേ, നീ ലോകസ്ഥാപനത്തിന് മുമ്പേ എന്നെ സ്നേഹിച്ചിരിക്കുന്നുണ്ട്. അപ്പം യേശു പുത്രൻ പിതാവിൻ്റെ അംശം തന്നെയല്ലേ? ലോകസ്ഥാപനത്തിന് മുമ്പേ, ഈ ലോകം ഉണ്ടാവുന്ന മുന്നേ തന്നെ പറയുന്നതാണ്. അത് ശ്രദ്ധിക്കണം നമ്മൾ. അപ്പം പിതാവേ നീ, അതായത് പരബ്രഹ്മം പിതാവ് ഈ ലോകസ്ഥാപനത്തിന് മുമ്പേ എന്നെ സ്നേഹിച്ചിരിക്കൊണ്ട്. അപ്പം യേശു പണ്ടേ ഉണ്ട്.
പരമാത്മാവിൻ്റെ അതായത് എന്നെ ഇപ്പം ജനിപ്പിച്ച എൻ്റെ അച്ഛൻ്റെ ഉള്ളിൽ ഞാൻ നേരത്തെ തന്നെ ഉണ്ടാവുമല്ലോ. വെറുതെ അന്നേരം ഉണ്ടാവുന്നതല്ലല്ലോ. ആ ശരീരത്തിനകത്ത് ഈ അംശം കിടക്കുമല്ലയോ അമ്മയിലും അച്ഛനിലും. അപ്പോൾ നമ്മൾ ഇവിടെ ഭൂമിയിൽ വരുന്നതിന് മുന്നേ തന്നെ നമ്മൾ പിതാവിൻ്റെ ഉള്ളത്തിലുണ്ട്. അത് അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ പിതാവേ, നീ ലോകസ്ഥാപനത്തിന് മുമ്പേ എന്നെ സ്നേഹിച്ചിരിക്കൊണ്ട് എനിക്ക് നൽകിയ മഹത്വം നീ എനിക്ക് തന്നിട്ടുള്ളവർ കാണേണ്ടതിന് ഞാൻ ഇരിക്കുന്ന ഇടത്ത് അവരും എന്നോടുകൂടെ ഇരിക്കണം എന്ന് ഞാൻ ഇച്ഛിക്കുന്നു. അപ്പോൾ എന്താണ്? സ്വന്തം പുത്രനാണ് ഞാൻ. എൻ്റെ പിതാവിൽ നിന്ന് വന്നു. ഞാനിവിടെ ലോകം ഉണ്ടാകുന്ന മുന്നേ തന്നെ എന്നെ പിതാവ് സ്നേഹിച്ചിരിക്കുന്നു. എങ്ങനെയാ? പിതാവിൻ്റെ ഉള്ളത്തിലുണ്ടായിരുന്നു. നമ്മളെല്ലാവരും നമ്മളെ ജനിപ്പിച്ച പിതാവിൻ്റെ ഉള്ളത്തിൽ നമ്മൾ നേരത്തെ ഉണ്ട്. ആ രക്തത്തിൽ കൂടിയൊക്കെ ആ ദേഹത്ത് ഓടിയ രക്തമൊക്കെ തന്നെയാണ് നമ്മൾ. അപ്പം നേരത്തെ തന്നെ ആ പിതാവിൽ നമ്മൾ ഉണ്ട്. അതുപോലെ ഈ ലോകത്ത് ഉണ്ടാകുന്ന മുന്നേ, ഈ ലോകം സ്ഥാപിക്കുന്നതിന് മുമ്പ് തന്നെ പിതാവ് ലോകത്ത് നിറഞ്ഞിരിക്കുക. അതിൽ തന്നെ ഈ പുത്രനുണ്ടായിരുന്നു. അതാ സ്നേഹം. എന്നെ അങ്ങ് സ്നേഹിച്ചിരുന്നു. ഈ ലോക സ്ഥാപനം മുമ്പേ എന്നെ സ്നേഹിച്ചിരുന്നു. അതുകൊണ്ട് അവിടുന്ന് നൽകിയ മഹത്വം എനിക്ക് അതുകൊണ്ട് എനിക്ക് മഹത്വം തന്നെ. എന്താ മഹത്വം? ഈ ശിഷ്യന്മാരൊക്കെ അറിഞ്ഞല്ലോ പിതാവിൽ നിന്ന് വന്നിരിക്കുന്നു എന്ന്. അങ്ങനെ അറിഞ്ഞിട്ടല്ലയോ ഇതെല്ലാം ശിഷ്യന്മാരെ പഠിപ്പിച്ചു. അവർ യഥാർത്ഥമായി അറിഞ്ഞു. അതിനുശേഷമാണ് പിതാവും പുത്രനും ഒന്നാണെന്നെല്ലാം അവർ മനസ്സിലാക്കി. അതുകൊണ്ട് എനിക്ക് നൽകിയ മഹത്വം, അതാണ് മഹത്വം. പിതാവ് പുത്രന് മഹത്വം കൊടുത്തു. ഈ മഹത്വം നീ എനിക്ക് തന്നിട്ടുള്ളവർ കാണേണ്ടതിന്. ഈ പിതാവിനോട് ഇത്രയും പറഞ്ഞല്ലേ ഈ ശിഷ്യന്മാർ അറിഞ്ഞുള്ളൂ. എന്നാൽ ഈ മഹത്വം അവർ യഥാർത്ഥമായി അറിയുന്നത് എങ്ങനെയാണ്? ഇവരും പിതാവിൻ്റെ അടുക്ക ചെല്ലണം. അതുകൊണ്ടാണ് കർത്താവ് പല സ്ഥലത്തും പറഞ്ഞത്, ഞാൻ നിങ്ങൾക്ക് മുന്നേ പോകുന്നു, നിങ്ങൾ അവിടേക്ക് വരുമ്പോൾ വാസസ്ഥലം ഞാൻ ഒരുക്കി വയ്ക്കും. എന്താ കാരണം? ഈ ശിഷ്യന്മാർ കർത്താവ് പറഞ്ഞ അനുസരിച്ച് അതുപോലെ ഇവിടെ ലോകത്ത് നടക്കുമ്പോൾ യഥാർത്ഥവാദ ജ്ഞാനം സത്യത്തെ വഴി അറിഞ്ഞു വരുമ്പോൾ അവരും അവിടെ ചെല്ലണം. അപ്പോൾ കണ്ട് മനസ്സിലാക്കണം, പിതാവിൻ്റെ അടുക്കേ പുത്രൻ ഇരിപ്പുണ്ട്. ഈ ശിഷ്യന്മാരവിടെ ചെല്ലുമ്പോൾ ഈ പിതാവും പുത്രനും അവിടെ സന്തോഷമായിട്ട് ഇരിക്കുന്നത് ഇവർക്ക് കാണണം. അതിനുവേണ്ടിയാണ് പറയുന്നത്, എനിക്ക് നൽകിയ മഹത്വം നീ എനിക്ക് തന്നിട്ടുള്ളവർ കാണേണ്ടതിന്. ഈ ശിഷ്യന്മാരാണല്ലോ കൊടുത്തിട്ടുള്ളവർ. ഇപ്പോൾ എനിക്ക് തന്നെ ഞാൻ ഈ ഭാഗവതം വായിച്ച് എന്തെങ്കിലും അറിഞ്ഞത് പറയുമ്പോൾ എൻ്റെ മക്കൾ കേട്ടിട്ട് കൊള്ളാമേ എനിക്ക് ഇനിയും കേൾക്കണമെന്ന് പറയുന്നത് പോലെയുള്ള ശിഷ്യന്മാർ അറിയണം ഈ പിതാവിൻ്റെ അടുക്കൽ പുത്രനുണ്ടെന്ന്. അവർ കാണേണ്ടതിന് തന്നെ എന്താ, ഞാൻ ഇരിക്കുന്നിടത്ത് അവരും എന്നോടുകൂടെ ഇരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അത് തെറ്റാണോ? ശിഷ്യന്മാർക്ക് എല്ലാ ഉപദേശം കൊണ്ടും നിങ്ങൾ അവരുടെ ഭഗവാൻ യേശു കർത്താവ് കൊടുത്ത വചനങ്ങളും പാലിച്ച് അതിൽ വരുന്ന ദുഃഖങ്ങളും ദുരിതങ്ങളെല്ലാം അനുഭവിച്ച് കല്ലും മുള്ളും നിറഞ്ഞ എല്ലാ വഴിയും തേടി ജനങ്ങൾക്ക് വേണ്ടി ത്യാഗം സഹിച്ചും ശിഷ്യന്മാരെല്ലാം നടക്കുമ്പം അവർ കൊടുക്കം ചെല്ലുന്നത് എവിടെയാ? ആ പരബ്രഹ്മത്തിനടുക്ക ചെല്ലണ്ടേ? അപ്പോൾ അവിടെ ചെല്ലേം വേണം. ഈ പുത്രൻ ദൈവപുത്രനായിരിക്കുന്ന കർത്താവ് അവിടെ ചെല്ലുമ്പോൾ അവിടെ ഉണ്ട് എന്നൊരു സാക്ഷ്യമുണ്ട വേണ്ടേ? അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഞാൻ ഇവിടെ പിതാവിനടുക്ക ഇരിക്കുന്നു എന്നവർ കാണണം. അതാണ് മഹത്വം. അപ്പോഴാണ് അയ്യോ കർത്താവ് ദാ ഇരിക്കുന്നു. നമ്മളെല്ലാം ഓർത്ത് ഇപ്പം ഞാൻ തന്നെ എനിക്കും അവിടെ ചെല്ലുമ്പോൾ എനിക്ക് കർത്താവിനെ കാണാം. പിതാവിൻ്റെ വലത്തുഭാഗത്ത് ഇങ്ങനെ ഇരിക്കും, സിംഹാസനത്തിലിരിക്കും, രാജാവായിരിക്കും, രാജകുമാരനായിട്ടിരിക്കും. നമ്മൾ ഓരോരുത്തരും ഓരോ രാജകുമാരന്മാരാവണം, ദൈവപുത്രിയോ പുത്രനോ ആകണം. അതുകൊണ്ട് അവർ കാണേണ്ടതിന് തന്നെ ഞാൻ ഇരിക്കുന്നിടത്ത് അവരും എന്നോടുകൂടെ ഇരിക്കണം എന്ന് ഞാൻ ഇച്ഛിക്കുന്നു. അപ്പോൾ കർത്താവ് ആഗ്രഹിക്കുന്നു. കർത്താവ് ഇപ്പോൾ എന്നെ കൊണ്ടും ആഗ്രഹിക്കും. ഞാനും എനിക്കല്ലാതെ എൻ്റെ വിശ്വാസമാണ് കർത്താവ്. അതുകൊണ്ടല്ലേ എനിക്ക് ഒറ്റ ദിവസം തന്നെ എനിക്ക് പ്രത്യക്ഷമായത്. എനിക്ക് അതിനു മുമ്പേ എനിക്ക് വിശ്വാസം, എല്ലാം എൻ്റെ ഉറപ്പാണ്. എനിക്ക് നന്മ എന്ത് കണ്ടാലും എനിക്ക് ഉറപ്പാണ്. അത് ഇനി ഇന്ന ജാതിയെന്നോ മതമൊന്നുമില്ല, ആര് തന്നാലും ഞാൻ കുടിക്കും. ശുദ്ധിയോടുകൂടിയാണോ അത് കൊള്ളാവുന്ന ആവണം, അല്ലാത്ത തന്നാൽ കുടിക്കുകയില്ല. എന്താ ശുദ്ധി? നമുക്ക് കേൾക്കുമ്പോൾ അറിയാം, വചനം കേൾക്കുമ്പോൾ അറിയാം ഇത് നല്ലതാണെന്ന്. അത് കുടിക്കാൻ കൊള്ളാം. അത് നന്നായി ഭക്ഷിക്കും, ആത്മാർത്ഥമായി ഭക്ഷിച്ച് ആനന്ദം അനുഭവിക്കും. എനിക്ക് കേൾക്കുമ്പോൾ അറിയാം. അതെനിക്ക് ജന്മന കിട്ടിയൊരു പാഠമാണ്. നന്മ കേൾക്കുമ്പോൾ എനിക്കവിടെ നിറയും. എന്താ ആത്മീയമായ നിറവ് നിറഞ്ഞ് അധികം വരും. അതുകൊണ്ടാണല്ലോ അന്ന് തന്നെ എനിക്ക് പ്രത്യക്ഷമായത്. അല്ലെങ്കിൽ എന്താ എങ്ങനെ കിട്ടും? അതുകൊണ്ട് എനിക്ക് അതിനു മുമ്പേ ഉറപ്പാണ്. അതുകൊണ്ട് ലോകം നിന്നെ അറിഞ്ഞിട്ടില്ല. കാരണം ഈ ലോകത്തുള്ളവർക്ക് ആർക്കും അറിയാൻ പറ്റത്തില്ല. പക്ഷെ അതുകൊണ്ട് നീതിയുള്ള പിതാവേ, ലോകം നിന്നെ അറിഞ്ഞിട്ടില്ല. കാരണം ഈ പരബ്രഹ്മം എന്താണെന്ന് ആർക്കും അറിയാൻ വയ്യ. പുത്രനായിരിക്കുന്നത് അവിടുത്തെ കൽപ്പനകൾ പ്രമാണിക്കുന്ന പുത്രന്മാരായി വരുന്ന ഇപ്പോൾ ഗുരുദേവനോ ചട്ടമ്പിസ്വാമികളോ ഇവരൊക്കെ എന്താണെന്ന് പോലും ഇന്ന് അറിയാത്ത ഒരുപാട് പേരുണ്ട്. ആ വഴി അറിയുന്നവർ മാത്രമേ ഗുരുദേവൻ ആരാണെന്ന് അറിയൂ. ഇന്ന് എത്രയോ മഹാത്മാക്കൾ ഇത് അറിഞ്ഞുകൊണ്ട് ഗുരുദേവനെ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് കോരിപ്പെരുക്കും. അറിഞ്ഞവൻ നന്നായി തന്നെ അറിഞ്ഞു തന്നെ പറയും ഗുരു ആരാണ് എന്ന്. നമുക്ക് അറിയാത്തത്തോളം കാലം ഈ ലോകം എങ്ങനെ അറിയും ഗുരുദേവൻ ആരാണ്, യേശു ആരാണ്, ചട്ടമ്പിസ്വാമികൾ ആരാണ്, ബുദ്ധൻ ആരാണ്? ഇതൊന്നും ആർക്കും അറിയാൻ വയ്യ.
അറിയാത്തത്തോളം കാലം അവർ പറയും, ഓ പിന്നെ ഇല്ല, ഈഴവൻ്റെ വീട്ടിൽ ജനിച്ച ഒരു കുടിൽ ജനിച്ചതല്ലേ ഈ നാണു എന്നൊക്കെ എന്തെല്ലാം ആക്ഷേപങ്ങളാണ് പറയുന്നത്. അറിഞ്ഞവൻ എന്ത് പറയും? പരമാത്മാവിൽ ലയിച്ച് പരമാനന്ദം അനുഭവിച്ച് യഥാർത്ഥ ഗുരുവാണെന്ന് അറിഞ്ഞവൻ പറയും. ആ വഴി കൂടെ നമുക്ക് പോകാം. അതുപോലെ യേശു എങ്ങനെയാണെന്ന് നമ്മൾ അറിഞ്ഞവൻ പറയും, ഇത് പിതാവിൻ്റെ പുത്രൻ തന്നെയായിരുന്നു. അവിടുന്ന് എന്താണ് ഉപദേശം, ആ ഉപദേശത്തിൻ്റെ വഴി കൂടെ പോകാം. പരബ്രഹ്മം ഏക പരബ്രഹ്മമായിരിക്കുന്ന പിതാവ് കൃഷ്ണനായി അവതരിച്ചു. എന്താ നമുക്ക് തന്ന ഉപദേശം? അതറിഞ്ഞ് നമ്മൾ അതുപോലെ ആയി നമുക്ക് അവിടെ എത്താം, പിതാവിൻ്റെ അടുക്കെ എത്താം. ഇങ്ങനെയാണ് എല്ലാ ഉപദേശങ്ങളും. അതുകൊണ്ട് നീ എന്നെ അയച്ചിരിക്കുന്നു എന്ന് ഇവരും അറിഞ്ഞിരിക്കുന്നു. ഈ ശിഷ്യന്മാർക്ക് മാത്രം അറിയാം, ലോകർക്ക് അറിയില്ല. ലോകരെങ്ങനെ അറിയും? അതുകൊണ്ടല്ലേ കർത്താവിനെ ക്രൂശിച്ചത്. അറിയുമായിരുന്നെങ്കിൽ അവർ ചെയ്യുമോ? അപ്പം ലൗകികന്മാർക്ക് അറിയാൻ പറ്റത്തില്ല. ഇന്നും അങ്ങനെയാണ്. യാതൊന്ന് ബൈബിൾ എന്താണെന്നോ അതിലെ വചനം എന്താണെന്നോ സത്യത്തിലും ആത്മാവിലും പ്രാർത്ഥിക്കാൻ പറഞ്ഞത് എന്താണെന്നോ ഗുരുദേവൻ എന്താണെന്നോ പിതാവായ ദൈവം കൃഷ്ണനായി അവതരിച്ചത് എന്താണെന്നോ ആ ദൈവം ശ്രീരാമനായിട്ട് വന്നത് എന്താണെന്നോ ഒന്നും തന്നെ അറിയാത്ത ഒരുപാട് പേര് ലോകത്ത് അങ്ങനെ ഉള്ളവരെ ഉള്ളു. ചുരുക്കം പേർക്ക് മാത്രമേ അല്പം ഭക്തിയായിട്ടെങ്കിലും ഉള്ളു. എന്നാൽ യഥാർത്ഥത്തെ അറിയുന്നവരാരാണ്? അത് ഏതാനും ലക്ഷത്തിലൊന്നങ്ങനെ കാണും. യഥാർത്ഥം അറിയുന്നത്, സാക്ഷാത്കരിക്കുന്നത്, ഇതെല്ലാം സാക്ഷാത്കാരം നേടുന്നത്. ഇതിങ്ങനെ ആകുമ്പോഴാണ് നമ്മൾ സർവ്വവും നാം തന്നെയാണെന്നും കർത്താവായാലും ഗുരുവായാലും ഗുരുദേവനായാലും ഈ ലോകത്തെ സർവ്വ ഗുരുക്കന്മാരും നന്മയാണോ അത് നമുക്കറിയാം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കും യഥാർത്ഥമാണ് ഇവരൊക്കെ പരബ്രഹ്മത്തിൽ നിന്ന് വന്ന യഥാർത്ഥ ഗുരുക്കന്മാരെ നമുക്ക് വന്ന ഉപദേശം തരാൻ വന്നവരാണെന്നും എല്ലാവരെയും കൈക്കൊള്ളുകണം, എല്ലാം നാം തന്നെയാണ്, നമുക്ക് വേണ്ടിയാണ് ഇവർ ത്യാഗം സഹിച്ചൂടെ വന്നതെന്നെല്ലാം നമ്മൾ ഉൾക്കൊള്ളുന്നത് എങ്ങനെയാണ് നമ്മൾ അനുഭവിച്ചറിയുമ്പോഴാണ്. അതുകൊണ്ട് ഞാനോ നിന്നെ അറിഞ്ഞിരിക്കുന്നു, ഈ ലോകം നിന്നെ അറിഞ്ഞിട്ടില്ല. നീ എന്നെ അയച്ചിരിക്കുന്നു എന്ന് ഇവരും അറിഞ്ഞിരിക്കുന്നു. ഈ ശിഷ്യന്മാരായപ്പോൾ ഞാനും അറിഞ്ഞിരിക്കുന്നു. എന്നെപ്പോലെ എൻ്റെ ഭക്തമക്കൾ അറിയണം. നമ്മൾ അജ്ഞാനം മാറി പരബ്രഹ്മത്തിൽ ചേരണമെങ്കിൽ ഇതെല്ലാം നമ്മൾ അറിയണം. അതുകൊണ്ടാണ് ഇതിന് ഏറ്റവും ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വിശ്വാസമില്ല എങ്കിൽ ഗുരുദേവൻ്റെ ആ ശിവഗിരിയിൽ ചെല്ലുമ്പോൾ പലരും ഞാനങ്ങനെ കണ്ടിട്ടില്ല, പക്ഷേ നമുക്ക് ഇങ്ങനെയൊക്കെ ഫോട്ടോയിലൊക്കെ കാണാൻ പറ്റും. അവിടെ ഈ ബൈബിളും ഖുറാനും ഭഗവത്ഗീതയും ഭാഗവതമൊക്കെ ഇരിപ്പുണ്ട്. എന്താ കാരണം? ഇത് പഠിച്ചിട്ട് അങ്ങനെ ആയത്, അല്ലാതെ ആവത്തില്ല. ഇതൊക്കെ അറിയുമ്പോൾ അജ്ഞാനം നീങ്ങി സർവ്വതും. അതുകൊണ്ടാണ് ഗുരുദേവൻ പറയുന്നത്, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം. സർവ്വപേർക്കും ഒരേ ഒരു ദൈവം, പരബ്രഹ്മം, പരമാത്മാവ് അല്ലെങ്കിൽ പിതാവ്. അതുപോലെ തന്നെ ഒരു ജാതി, എല്ലാ മനുഷ്യരും ആ പരബ്രഹ്മത്തിൻ്റെ സന്തതികളാണ്. പിന്നെ ജാതി വേറെ ഉണ്ടോ? മനുഷ്യനല്ലേ തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോരുത്തരുടെ ഗുരുക്കന്മാരെ അങ്ങോട്ട് മാറ്റിയിട്ട് ഞാൻ ക്രിസ്തുവിനെ അങ്ങോട്ട് മാറ്റിയിട്ട് അവരുടെ കൂടെയെല്ലാം ക്രിസ്തു മതമങ്ങായി. ഇങ്ങനെ ഇപ്പം ഗുരുദേവനെ ഇങ്ങോട്ട് മാറ്റി വയ്ക്കുന്നു. ഗുരുദേവന് ഭയങ്കര സങ്കടമാണ്, യേശുവിനും സങ്കടമാണ്. അങ്ങനെ മാറ്റി പിടിച്ച് വെക്കേണ്ടുന്ന ഒന്നല്ല, ലോകം മൊത്തം അറിയേണ്ടതാണ്. ഞാൻ എങ്ങനെ അറിയുന്ന അതുപോലെ ഇപ്പം ഗുരുദേവനെ എല്ലാവരുടെ മാറ്റി ഒരു ഈഴവ സമുദായക്കാർ അങ്ങോട്ട് മാറ്റിച്ചാൽ അവിടെ ഇരിക്കുന്ന ആളാണോ ഗുരു? ലോകഗുരു അല്ലേ? അതറിയാത്തതുകൊണ്ട് ഇങ്ങനെ ഓരോ മതക്കാരാക്കി വെക്കുന്നത്. ഈ മതം വെച്ചത് അറിവില്ലായ്മ കൊണ്ടാണ്. സർവ്വപേർക്കും ഒന്നായി തന്നെ കണ്ടിരുന്നതിനായിരുന്നു ഇങ്ങനെ മതം മാറ്റി വെച്ചില്ലായിരുന്നെങ്കിൽ. യേശു എന്താണെന്ന് ജനങ്ങളെല്ലാം ഒന്നായി കാണണമെങ്കിൽ നമ്മൾ ഇനിയും അതിന് സമയമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ ഒരു മതത്തെ ഇറങ്ങി കളയണം. ഞാനെന്ന നീള വ്യത്യാസം മാറ്റി, അജ്ഞാനം മാറ്റി, സർവ്വം ഏകമാണെന്ന് ഈ അതങ്ങനെ സഭ വളരണമെങ്കിൽ അവിടെ പിടിച്ചു വെക്കണ്ടേ ജനങ്ങളെ? അതാണെന്ന് ജനങ്ങൾക്ക് അജ്ഞാനം എന്ന് പറയുന്നത്. അവരവരുടെ മതത്തെ വളർത്തി ഞങ്ങൾ തന്നെയാണ് ലോകത്ത് ഇല്ല എന്ന് കാണിക്കാൻ വേണ്ടി ചെയ്യുന്നു. പക്ഷേ ഇന്ന് ലോകം സ്വർഗീയമായി മാറിയനായിരുന്നു ഈ അജ്ഞാനം ഇല്ലായിരുന്നെങ്കിൽ. സർവ്വ ഗുരുക്കന്മാരെ നമ്മൾ ഉൾക്കൊണ്ട് സർവ്വ ജനങ്ങളെ ഒന്നായി കണ്ട് എല്ലാവരെയും ഒന്നായി സ്നേഹിക്കാൻ നമ്മൾ കഴിഞ്ഞേനായിരുന്നു. ഇതില്ലാതെ പോയതെല്ലാം ഈ മതം ഒരു കാരണം കൊണ്ടാണ്. എന്നാൽ നമ്മുടെ ഭാരതമാണെങ്കിൽ എല്ലാ മതത്തെയും ഉൾക്കൊള്ളുന്ന ഋഷീശ്വരന്മാരാണ് സർവ്വതിനെ. അതുകൊണ്ടാണല്ലോ നമ്മളെല്ലാം അങ്ങനെ പഠിച്ചത്. എല്ലാവരെയും നമുക്ക് സ്നേഹിക്കാൻ കഴിയുന്നത്. എന്തുകൊണ്ടാണ് ക്രിസ്ത്യാനികൾ ക്രിസ്തുവിൻ്റെ ആദർശം കാണിക്കാത്തത്? ക്രിസ്തുവിൻ്റെ ആദർശമാണോ എല്ലാവരെയും ഉൾക്കൊള്ളാണ്ട് താൻ വേറെയാണ്, നിങ്ങൾ വേറെ തിരിഞ്ഞ് പറയുന്നത്? അറിവുള്ളവരില്ലെന്നല്ല, ഉണ്ട്. അത് ഇതുപോലെ ജ്ഞാനികളുണ്ട്. പക്ഷേ എല്ലാവരും അങ്ങനെ അല്ലല്ലോ, എല്ലാ മതത്തിലും ഉണ്ട് ഇങ്ങനെ. അതുകൊണ്ട് ഞാനോ നിന്നെ അറിഞ്ഞിരിക്കുന്നു, നീ എന്നെ അയച്ചിരിക്കുന്നു എന്ന് ഇവരും അറിഞ്ഞിരിക്കുന്നു, ഈ ശിഷ്യന്മാരും അറിഞ്ഞിരിക്കുന്നു. നീ എന്നെ സ്നേഹിക്കുന്ന സ്നേഹം അവരിലാകുവാനും ഞാൻ അവരിലാകുവാനും ഞാൻ നിൻ്റെ നാമം അവർക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും വെളിപ്പെടുത്തും. അപ്പോൾ ഇനിയും വെളിപ്പെടുത്തും. എപ്പോഴും ഈ ലോകം അവസാനിക്കുന്നതുവരെയും ഇങ്ങനെ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കും. എവിടെങ്കിലും ഞാനിപ്പോൾ എന്താ വെളിപ്പെടുത്തിയത്? എൻ്റെ ഉള്ളത്തിൽ അതെനിക്ക് സങ്കടമാണ് വെളിപ്പെടുത്തിയില്ലെങ്കിൽ. ഞാൻ അനുഭവിക്കുന്ന ആനന്ദം, ഞാൻ അനുഭവിക്കുന്ന എന്താണ്, എനിക്ക് എങ്ങനെ കിട്ടിയതാണ് ആ കൃപ, അതെവിടെ നിന്ന് കിട്ടി, അത് ഞാൻ പുറത്ത് പറയാതെ എൻ്റെ ഹൃദയം ഇങ്ങനെ വെമ്പൽ കൊള്ളും.
അപ്പോൾ ഞാനത് അറിയാതെ തന്നെ അങ്ങ് പറഞ്ഞു പോകും. കാരണം ഞാനിവിടെ എൻ്റെ ജന്മനാ എൻ്റെ അച്ഛനും അമ്മയൊക്കെ ഹൈന്ദവ രീതിയാണ് എന്നെ പഠിപ്പിച്ചെടുത്തത്. പക്ഷേ പരമാത്മാവായ പിതാവ് ചിന്തിച്ചു, എനിക്കിവിടെ ഒരു പ്രത്യേക ഗുരു ഇല്ലല്ലോ, ഇത് ഇങ്ങനെ പറഞ്ഞു തന്നിരുന്നെങ്കിൽ ഇപ്പോൾ ഗുരുദേവൻ ഉണ്ടായിരുന്നെങ്കിൽ എനിക്കത് പറഞ്ഞു തന്നേനെ. എന്നെ ഇവിടെ പിന്നും ഇവിടെ ഉള്ളവരെല്ലാം ഇങ്ങനെ അവരവരുടെ മതമായിട്ടല്ലേ വെച്ചേക്കുന്നത്. അപ്പോൾ എനിക്ക് എന്തറിയാം? അതിന് എൻ്റെ പിതാവായ ദൈവം തന്നെ ഇങ്ങനെ വിട്ടില്ലെങ്കിൽ ഞാൻ ഈ അജ്ഞാനം മാറാതെ ഇന്നും എന്താ അജ്ഞാനികൾക്ക് ഈശ്വരൻ്റെ കൃപ കിട്ടൂ, പരമാത്മാവിനെ പ്രത്യക്ഷപ്പെടാൻ പറ്റൂ, അവിടുത്തെ ദർശനങ്ങൾ കാണാൻ പറ്റൂ. അതും വിചാരിക്കുമ്പോൾ എല്ലാം ദർശനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എല്ലാം എന്താ കാരണം? ഈ അജ്ഞാനം മാറണം. ഇവിടെ അങ്ങനെ ഒന്നില്ല, രണ്ടെന്നില്ല, എല്ലാം പിതാവിൻ്റെ തന്നെയാണ്. അത് മനസ്സിലാക്കുമ്പോഴാണ് നമ്മുടെ ഹൃദയം ശുദ്ധമാകുന്നത്. അതുകൊണ്ട് കർത്താവ് പറയുന്നു, നീ എന്നെ സ്നേഹിക്കുന്ന സ്നേഹം ഒരു പിതാവ് പുത്രനെ എങ്ങനെയാ സ്നേഹിക്കുക? ആ സ്നേഹം അവരിലാകുവാനും അത് എന്നിലും ഞാൻ പറഞ്ഞ് കേൾക്കുന്ന മറ്റുള്ളവർ അല്ലെങ്കിൽ ഇപ്പം പല ഞാൻ മതത്തെ പറയുന്നില്ല, ക്രിസ്ത്യാനികളിലും അങ്ങനെ എല്ലാവരും ഇല്ല. ഉള്ള ശിഷ്യന്മാർക്ക് മനസ്സിലാക്കാൻ, അവരിൽ ഉള്ളവർ മനസ്സിലാക്കാൻ, നമ്മുടെ ഹൈന്ദവരിലും ഉള്ളവർ മനസ്സിലാക്കാൻ. അതുകൊണ്ട് അവരിലും ഈ സ്നേഹം നീ എന്നെ സ്നേഹിക്കുന്ന സ്നേഹം അവരിലാകുവാനും ഞാൻ അവരിലാകുവാനും. അത് ഭഗവാൻ പരമാത്മാവായ കൃഷ്ണൻ പറഞ്ഞു, എന്നിലും ഞാൻ അവനിലും, ഒരു ഭക്തൻ എന്നിലും ഞാൻ ഭക്തനിലും. അതുപോലെ കർത്താവ് പറഞ്ഞു, സ്നേഹം അവരിലാകുവാനും ഞാൻ അവരിലാകുവാനും ഞാൻ നിൻ്റെ നാമം അവർക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു. കർത്താവ് ശിഷ്യനിലും ശിഷ്യൻ കർത്താവിലും ആകാനും എല്ലാം നാം ഒന്നായി തീരാനും ഈശ്വരനായിട്ട് ലയിക്കാനും ഇങ്ങനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. ഇനിയും വെളിപ്പെടുത്തും. അപ്പോൾ എന്താ എൻ്റെ അർത്ഥം? ഈ വാക്കാ, ഇത് സത്യത്തിൻ്റെ വാക്കാണ്. ഇത് ഒരിക്കലും മാറിപ്പോണതല്ല. ഇത് വെളിപ്പെടുത്തിക്കൊണ്ട് തന്നെ ഇരിക്കും. പക്ഷെ വെളിപ്പെടുത്തുന്നത് എങ്ങനെയാണ്? മതം മാറ്റി മൊത്തത്തെ ക്രിസ്ത്യാനികളാക്കുക എന്നല്ല അതിൻ്റെ അർത്ഥം. ഇവിടെ അങ്ങനെ കർത്താവ് ചിന്തിച്ചിട്ട് പോലുമില്ല. ഇത് ജനങ്ങളാണ്. ഇപ്പോൾ ഗുരുദേവൻ ചിന്തിച്ചിട്ടാണോ ഈ കാണിക്കുന്ന കോലം? ഗുരുദേവൻ യഥാർത്ഥത്തിൽ പറഞ്ഞോ ഈഴവൻ്റെ ദൈവമാണെന്ന് പറഞ്ഞു? യേശു പറഞ്ഞു? ഇവരാരും പറഞ്ഞില്ല. ഇവരെല്ലാം നമുക്ക് നല്ല നല്ല മാർഗങ്ങളാണ്, വഴികളാണ്, സത്യത്തിൻ്റെ വഴിയാണ് പറഞ്ഞിരുന്നത്. അല്ലാതെ അവരാരും തെറ്റ് ചെയ്തിട്ടുണ്ടോ? പക്ഷേ ഈ മനുഷ്യനല്ലേ ഇതൊക്കെ തെറ്റാക്കി വെക്കുന്നത്. മനുഷ്യനെ വേണം ആദ്യം അടിക്കാൻ. എനിക്കതേ പറയാനുള്ളൂ. മനുഷ്യനാണ് ഈ വൃത്തിയുടെ മൊത്തവും ആക്കി വെക്കുന്നത്. അറിവില്ലാതുകൊണ്ട് എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു ജയിക്കാൻ വേണ്ടി. ഗുരുദേവൻ 100 തവണ പറയും, ജയിക്കാനല്ല, തോൽക്കാനല്ല, അറിയാൻ വേണ്ടിയാണെന്ന്. നമ്മൾ അറിയണം. അറിഞ്ഞെങ്കിലേ നമ്മൾ യഥാർത്ഥത്തെ കണ്ടറിയാൻ പറ്റൂ. യഥാർത്ഥ ലക്ഷ്യം നമ്മൾക്ക് കിട്ടണമെങ്കിൽ നമ്മൾ യഥാർത്ഥത്തെ അറിയണം. ഈ അറിവിന് വേണ്ടിയാണ് ഗുരുദേവൻ പറഞ്ഞത്. ഇത് തർക്കിക്കാനോ വാദിക്കാനോ ഒന്നുമല്ല, ഇത് അറിയാൻ വേണ്ടിയാ, അറിയിക്കാനാണ്. ഇത് മറ്റുള്ളവരെ അറിയാൻ വേണ്ടിയാണ്, അല്ലാതെ വേറൊന്നിനല്ല. ഇവിടെ യേശു അത് തന്നെയാണ്. നമ്മൾ പിതാവിൽ നിന്ന് വന്നത് അവിടേക്ക് ചെല്ലണം. അവിടെ നമുക്ക് വഴിയറിയാതെ ഇവിടെ കിടക്കുക. നമ്മൾ ഹൃദയം നമുക്ക് യഥാർത്ഥമായ വഴി നമ്മൾ ഓർമ്മ വെച്ച നാളോട്ട് നമ്മളിവിടെ ഈ ഭൂമിയിൽ. പക്ഷെ ഇവിടെ ചെല്ലണം, നമുക്ക് വഴിയറിയില്ല. ഈ വഴി അറിഞ്ഞ് ചെല്ലണമെങ്കിൽ നമുക്ക് എന്ത് വേണം? പറഞ്ഞു തരാൻ ആൾ വേണം. അതുകൊണ്ട് ഭഗവാൻ ദൈവത്തിന് അറിയാം, ഈ കുട്ടികളെല്ലാം വേദനിക്കുന്നുണ്ട്, അവർക്ക് വഴി അറിയാതെ കിടന്ന് വിഷമിക്കുക, എവിടേക്ക് ചെല്ലണമെന്ന് അറിയില്ല. അതുകൊണ്ട് ഇവിടെ ഗുരുക്കന്മാരെ വിടുന്നു. അവരുടെ ഉപദേശം കേട്ട് നമ്മൾ വഴി തേടിപ്പിടിച്ച് യഥാർത്ഥ ലക്ഷ്യത്തിൽ എങ്ങനെയാണ് ഈ പുഴകളെല്ലാം ഒഴുകി സമുദ്രത്തിൽ ചെല്ലുന്നത് പോലെ. എത്ര പുഴയുണ്ട്? ഇപ്പം ഗംഗയോ യമുനയോ ഒക്കെ ഓരോ പുഴകളാണ്. ഒന്ന് ഗുരുദേവൻ്റെ പുഴയാണെങ്കിൽ ഒന്ന് യേശുവിൻ്റെ പുഴയെന്ന് കാണാം. ഈ പുഴകളെല്ലാം ഒരു ഈ വഴി ഒഴുകി അവിടെ ചെല്ലും, സമുദ്രത്തിൽ നിന്നാണ് ചെല്ലുന്നത്. അതുപോലെ ഈ പുഴകളെല്ലാം ഓരോ പ്രവാചകന്മാരാണ്. അവർ ചെല്ലുന്ന എവിടെയാണ്? സമുദ്രത്തിലാണ്. നമ്മളെ അവിടേക്ക് നയിക്കാൻ വേണ്ടി വരുന്ന മാർഗങ്ങളാണെന്ന് ആ വഴിക്ക് വേണ്ടി തെളിച്ചിടാൻ വേണ്ടിയാണ് ഗുരുക്കന്മാർ വന്നത്, അല്ലാതെ വേറൊന്നിനും അല്ല. അപ്പോൾ നമ്മൾ എന്ത് കാണണം? നമ്മൾ ലക്ഷ്യം നേടാൻ വേണ്ടി ഏത് നല്ല വഴിയാണെങ്കിൽ ഏത് വഴി ഭഗവാൻ പരമാത്മാവായ പിതാവായ കൃഷ്ണൻ തന്ന വഴി, ആ വഴി ഹൈന്ദവരതാണ് നിയമിച്ചെടുത്തേക്കുന്നത്. യേശു ആ പിതാവിൻ്റെ പുത്രനാണ്. അവിടെ ചെല്ലുമ്പം ഈ പുത്രനെ നമുക്ക് പരബ്രഹ്മത്തിൻ്റെ അവിടെ കാണാം. കാരണം ഈ കർത്താവും ആ വഴി തന്നെയാണ്. ഇന്ത്യയിലല്ലല്ലോ വന്നത്. ഇന്ത്യയിൽ നമ്മൾ പഠിച്ചതെല്ലാം കൃഷ്ണൻ്റെ ഈ വചനങ്ങളാണ്. അപ്പോൾ ഏത് വഴിയായാലും, അഥവാ നിങ്ങൾക്ക് കൃഷ്ണൻ്റെ വചനം വേണ്ടേ, യേശുവിൻ്റെ വചനം എടുത്താലും ആ പുഴയെ കൂടെ ഒഴിയാനും ചെല്ലും, സമുദ്രത്തിൽ ചെല്ലും. കൃഷ്ണൻ്റെ വഴി പുഴയെ കൂടെ ഒഴിയാലും നദി കൂടെ അങ്ങ് ചെന്നോളും. ഇതെല്ലാം ചെല്ലുന്ന ഏക ബ്രഹ്മത്തിൽ തന്നെയാണ്, പരബ്രഹ്മത്തിൽ തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് നല്ല മാർഗങ്ങൾ, നമുക്ക് നല്ല വഴികൾ തേടി ലക്ഷ്യസ്ഥാനത്ത് എത്തണം. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഇത് അജ്ഞാനം മാറാൻ വേണ്ടി മാത്രമാണ് ഞാനിത്. അല്ലെങ്കിൽ ഞാനിപ്പോൾ കുറച്ച് നാളുടെ ബൈബിൾ എടുക്കാറേ ഇല്ല. കാരണം എനിക്ക് ഒരു രൂപവും എൻ്റെ ഉള്ളിലില്ല.
എനിക്ക് കൃഷ്ണരൂപവും ഇല്ല, എനിക്ക് യേശുരൂപവും ഇല്ല, ഗുരുദേവ രൂപവും ഇല്ല, എന്നാൽ അവരെല്ലാം എനിക്ക് ഇഷ്ടമാണ്. ഞാൻ ഗുരുദേവനെ ചിന്തിക്കുമ്പോൾ ഞാൻ അവിടെ നിറയുന്നുണ്ട്, യേശുവിനെ ചിന്തിക്കുമ്പോൾ അവിടെ നിറയുന്നുണ്ട്, കൃഷ്ണൻ പരബ്രഹ്മത്തെ ചിന്തിക്കുമ്പോൾ അവിടെ നിറയുന്നുണ്ട്, ദേവിയെ ചിന്തിക്കുമ്പോൾ അതിൽ നിറയുന്നുണ്ട്, മുരുക എന്ന് പറയുമ്പോൾ നിറയുന്നുണ്ട്, അയ്യപ്പ എന്ന് പറയുമ്പോൾ നിറയുന്നുണ്ട്. എന്താ കാരണം? സർവ്വതും നാം തന്നെ, അല്ലാതെ രണ്ടില്ല. എല്ലാവർക്കും നമസ്കാരം.